ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അതുപോലെ നാം ദൈവസന്നിധി വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കുന്നു. മുഴുമഹത്വവും പുകഴ്ചയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറഞ്ഞു പോകാനുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, കുറേ ദിവസങ്ങളായി നാം ഒരുമിച്ച് കൂടുമ്പോൾ തുടക്കത്തിലൊരു വാക്യം വായിക്കാറുണ്ട്. അത് 2 പത്രോസ് 3:17 അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും ഈ വാക്യം വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞു പോയ കുറേ ആഴ്ചകളിൽ നമ്മുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വഞ്ചകരെ സൂക്ഷിച്ചുകൊള്ളുക. അതായത് ആത്മീയ ലോകത്ത് ധാരാളം വഞ്ചകരുണ്ട്. വ്യത്യസ്ത നിലയിലാണ്. ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, എന്നാൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. വളരെ സൂക്ഷ്മമായി വിലയിരുത്തണം. എത്ര പ്രഗത്ഭനായ ബുദ്ധിമാനായ ഒരു കുറ്റവാളിയാണെങ്കിലും അവൻ എന്തെങ്കിലും ഒരു തലമുടി നാരെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും അവിടെ ശേഷിപ്പിച്ചിരിക്കും. പോലീസ് ഓഫീസേഴ്സിന് കണ്ടുപിടിക്കാൻ പാകത്തിന്. അവരറിയില്ല, അവർ പോലും അറിയാതെ എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ലോകത്ത് നമ്മൾ സസൂക്ഷ്മം കാര്യങ്ങളെ വിലയിരുത്തിയാൽ, സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് തുറന്നു കിട്ടും. ഒരു സൈഡിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം വയ്ക്കുന്നു, മറു സൈഡിൽ ആത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനവും ആത്മാവിൻ്റെ നടത്തിപ്പുമായി നാം അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ചുറ്റും ധാരാളം വഞ്ചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഞ്ചനകളുടെ ഒരു ലോകമാണ്. പലരും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്ന നിലയിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും വെളിച്ചദൂതൻ്റെ വേഷത്തിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അത് സാധുക്കളായ പല പ്രിയപ്പെട്ടവരും തിരിച്ചറിയുന്നില്ലെന്ന് ഇത്ര ഉറപ്പിച്ച് ഞാൻ പറയാനായിട്ട് എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം എനിക്ക് എല്ലാം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പലരും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല, പലതും വിവേചിക്കുന്നില്ല, അങ്ങനൊരു ഉയർന്ന ആത്മീയ നിലയിലേക്ക് വരുന്നില്ല. എല്ലാം ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. കൂടെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ജീവിച്ചു പോകാനുള്ളൊരു കാര്യപരിപാടിയല്ല കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത്. അതിന് എന്തുമാത്രം തൊഴിലിടങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. അങ്ങനെയുള്ള എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സൊക്കെ വിട്ടിട്ട് ഈ പുസ്തകമെടുത്ത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ കലപ്പ തോളത്ത് വെച്ച് കർത്താവിൻ്റെ പിന്നിൽ അനുഗമിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെയും ഞാൻ കച്ചവടം ഇറക്കി കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും? ഞാൻ കച്ചവടം അഥവാ ബിസിനസ് നിർത്തിയിട്ട് ദൈവരാജ്യ സംബന്ധിയായ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഇവിടെയും ഞാൻ എണ്ണം പറഞ്ഞ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറിയാൽ അത് ദുരന്തമാവില്ലേ? അപ്പോൾ അതിനെ ഒരിക്കലും ഇട കൊടുക്കാതെ ദൈവഹിതം മനസ്സിലാക്കി മുൻപോട്ട് പോകാനായിട്ട് ശുശ്രൂഷകർ ഉത്സാഹിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലാത്തവരെ വിശുദ്ധന്മാർ തിരിച്ചറിയണം. അവിടെ പാമ്പിനെ കാണുമ്പോൾ വാലും മീനെ കാണുമ്പോൾ തലയും അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. വളരെ ജാഗ്രതയായിട്ടിരിക്കണം, കാരണം വിരുദ് തെറ്റാൻ സാധ്യതയുണ്ട്. നിശ്ചയമായും അങ്ങനെ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആ വാക്യം വായിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് 1-2 കാര്യം പ്രാരംഭത്തിൽ സൂചിപ്പിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച പൂരിപ്പിക്കാനായിട്ട് സാധിക്കാതെ പോയ വിഷയങ്ങളിലേക്ക് ഇന്ന് കടന്നു വന്ന ഭാഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജിനകത്ത് ഞാൻ ഒരു സൂചന പറഞ്ഞു. അതായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ സഭയ്ക്കുള്ളതാണ്. ദൈവമക്കൾ ആ കാര്യങ്ങൾ ഗ്രഹിക്കണം, പഠിക്കണം. അതായത് മൂല്യവത്തായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ ആ കാര്യങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുന്നത് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് ഊന്നി പറഞ്ഞു. ആ കാരണത്താൽ ചില സഹോദരങ്ങൾ വന്ന് നമ്മുടെ ആ മെസ്സേജിനടിയിലൊക്കെ കമൻറ്റ് ചെയ്യാനിടയായി. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജിൽ ഞാൻ ഊന്നി പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരു സഹോദരൻ്റെ പേര് വായിച്ചിട്ട് എനിക്കറിയാവുന്നൊരു സഹോദരനുണ്ട്, കോട്ടയത്ത് മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അദ്ദേഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ അതുപോലത്തെ പേരൊക്കെയാണ് ഞാൻ കണ്ടത്. ആ കാരണത്താൽ അദ്ദേഹമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും അദ്ദേഹം പ്രസംഗം കേട്ടിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗിരിപ്രഭാഷണം എല്ലാം അതേപടി അനുസരിക്കാൻ കഴിയുന്ന ഈ ദൈവദാസനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു 5-6 ഡോട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഡോട്ടൊന്നുമല്ല, അതിൻ്റെ സമയവും കാലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പറയുകയാണ്, നിശ്ചയമായും കഴിയുന്ന കാര്യമാണെന്ന്.
അപ്പം ഞാൻ ആ സമയത്ത് പറയുന്നുണ്ട്, കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവോട് എഴുതി വെക്കില്ല. വേറൊരു വാക്യം കൂടെ ഞാൻ കോട്ട് ചെയ്തെന്ന എൻ്റെ ഒരു ചിന്ത, അതായത് 1 യോഹന്നാൻ 2:6, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന്. അതുപോലെ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നത്, ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി, നാമും ആ മാതൃക പിൻപറ്റി അതേ കാൽച്ചുവടുകളിലൂടെ മുന്നേറണം എന്നുള്ളതാണ് പത്രോസ് പറയുന്നത്. പൗലോസും അതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് തൊട്ട് താഴെ അദ്ദേഹം പറയുന്നത് നല്ല മിടുക്കന പാരഗ്രാഫൊക്കെ തിരിച്ച് എഴുതിയിരിക്കുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ചോദിക്കാൻ മടിക്കരുത്, ഉള്ളതും വിറ്റ് ഈ ഉപദേശി താങ്കൾക്ക് തന്നിരിക്കും, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നായിരിക്കും പിന്നീട് എഴുതിയിരിക്കുന്നതിൻ്റെ സൂചന എന്നാണ് തോന്നുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടൊരു വാക്യം താഴെ കൊടുത്തിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 5:42, നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, ഉള്ളതെല്ലാം പുള്ളി വിറ്റ് തന്നിരിക്കുമെന്ന്. വിൽക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലോ എൻ്റെ സോദര എന്തു ചെയ്യും? അപ്പം പിന്നെ വിഷമിച്ചു പോവുള്ളൂ. അതായത് ഇപ്പോൾ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെയൊക്കെ അഭ്യസിപ്പിക്കുന്ന ഒരു ഉപദേശി ഞാൻ തുടർന്ന് പറഞ്ഞു വരുമ്പോൾ അതിലേക്കൊന്ന് അല്പം കയറി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങളിലേക്ക് കടന്നു വരും. അതായത് വേദപുസ്തകത്തിലെ പല വാക്യങ്ങളെയും സുവിശേഷങ്ങളിലെയും മറ്റിടങ്ങളിലെയും ഒക്കെ ചില വാക്യങ്ങളെ അങ്ങനെ തന്നെ ലിറ്ററലായിട്ട് എടുക്കുകയാണ്. അങ്ങനെ എടുത്ത ഒരു കൂട്ടരാണ് കാത്തലിക്സ്. അവർ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും വേണമെന്ന്. അവരതിനെ ലിറ്ററലായിട്ട് എടുത്തു. അവർ മാംസം ഭക്ഷിക്കാൻ തുടങ്ങി, രക്തം കുടിക്കാൻ തുടങ്ങി. അവർ ഈ കാണായ കാലം മുഴുവൻ വാശി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ മാത്രമാണ് രക്തവും മാംസവും കുടിക്കുന്നത്, ബാക്കി ഒറ്റ ഒരുത്തിനും അത് ചെയ്യുന്നില്ലെന്ന്. അവരതിനെ അക്ഷരികമായിട്ട് എടുക്കുകയാണ്. മെറ്റഫോറിക്കലായിട്ട് എഴുതിയിരിക്കുന്ന ആ കാര്യത്തെ അവരത് അങ്ങനെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിന്റെ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചൂഴ്ന്ന് കളയ എന്ന്. നിന്റെ കൈ നിനക്ക് ഇടർച്ചയാകുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പിന്നത്തേതിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നോക്കണം, അതൊക്കെ വലിയ ദുരന്തമായിട്ടാണ് ആളുകളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സഹോദരൻ ഇങ്ങനെ എഴുതാനുണ്ടായ കാരണം, ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഉപദേശിയുടെ ശിഷ്യനാണെന്നാണ് എൻ്റെ ചിന്ത. ആ ഉപദേശി ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസൊക്കെ ആളുകൾ നമുക്കിങ്ങനെ അയച്ചു തരാൻ തുടങ്ങി. പെന്തിക്കോസ്തുകാർ തുടക്കകാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 5 പ്രധാനപ്പെട്ട ദുരുപദേശമെന്നോ വചനവിരുദ്ധതാന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കണ്ടിന്യൂഷനിലുള്ളത്. പെന്തിക്കോസ്തുകാർ തുടക്കകാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് 1 by 1 ആയിട്ട് പറയേണ്ട കാര്യമാണ്. അങ്ങേർക്ക് നല്ല കൃത്യം മറുപടി കൊടുക്കാനുള്ള ശേഷി പെന്തിക്കോസ്തുകാർക്കുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, പുള്ളി പെന്തിക്കോസ്തുകാരനല്ല, പുള്ളി വേറെ ഏതാണ്ട് ഒരു രീതിയിലുള്ള ആളാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ പെന്തിക്കോസ്തുകാർ കാര്യം മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ പുള്ളിയെ തന്നെ വിളിച്ചിട്ട് അവരുടെ യൂത്ത് ക്യാമ്പിന് പ്രസംഗിപ്പിക്കും, അവരുടെ മാസയോഗത്തിൽ പ്രസംഗിപ്പിക്കും, അവരുടെ കോൺഫറൻസിൽ വരെ വേണേൽ പ്രസംഗിപ്പിക്കും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ പെന്തിക്കോസ്തുകാരനൊന്നും അല്ലെന്ന്. താൻ ഏതോ ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ ആളാണ്, പെന്തിക്കോസ്തുകാർ മൊത്തം കുഴപ്പക്കാരാണെന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ടും പുള്ളിയെ വിളിച്ച് അവർ പ്രസംഗം കേൾക്കുകയാണ്. പുള്ളിയുടെ പ്രസംഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നമുക്ക് പിന്നാലെ വിശദമായിട്ട് എടുക്കാം. ഒത്തിരി ആളുകൾ ഇപ്പോൾ ഉത്തുംഗത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങുകളെയും കാര്യങ്ങളെയും അതൊക്കെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ്. വ്യാഖ്യാനങ്ങളൊന്നും വചനത്തിൻ്റെ പിൻബലമുള്ളതല്ല, അത് വെറും മാനുഷിക ബുദ്ധിയിലുള്ള വ്യാഖ്യാനങ്ങളാണെന്നും പിന്നെ ചില നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയാനിടയായി. ഇത് കേട്ട ആ പ്രസിദ്ധനായ ഇപ്പോൾ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള പ്രസംഗി ഈ ദേവദാസന് 1-2 വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുത്തു. അത് ചില കാരണങ്ങളാൽ ഞാനും കേൾക്കാനിടയായി. കാരണം അത് അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടാണ് എന്നെയും അദ്ദേഹം കേൾപ്പിച്ചത്. അതിൽ ഈ പ്രസിദ്ധൻ പറയുകയാണ്, അതായത് തുടക്കകാലം മുതൽ പെന്തിക്കോസ്തുകാർ വലിയ കുഴപ്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഏതാണ്ട് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, പെന്തിക്കോസ്തുകാരുടെ കുഴപ്പങ്ങൾ. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ ദുരുപദേശകനാണെന്നും വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നെന്നും ഏതാണ്ട് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ് 1 by 1 ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. ഇനി മേലാൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സിവിലായി കേസ് കൊടുക്കുന്നു. പിന്നെ ഒന്നുകൂടെ കടത്തി പറഞ്ഞു, അതായത് ഞാൻ ലീഗലി ലെവൽ ബെസ്റ്റ് പോകുന്നു, അതായത് നിങ്ങളെയൊക്കെ പൂട്ടുമെന്ന്. പാസ്റ്റർമാരൊന്നും പറയുന്നില്ല, അതുകൊണ്ട് എന്തും പറയാമെന്നും ആർക്കും അവരുടെ പുറത്ത് കുതിര കയറാമെന്നും ഒക്കെയാണ് ധാരണ എന്നാണ്
പുള്ളി പറയുന്നത്. അതൊരു ഭയങ്കര സംഭവമായി പോയി കേട്ടോ. ഈ കേസ് കൊടുക്കുന്നത് ഏത് ആത്മാവായിരിക്കും സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. കേസ് കൊടുക്കുമെന്ന്, സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മുടിപ്പിച്ച് കളയുമെന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിമിനൽ കേസാണ് കൊടുക്കുന്നതെങ്കിൽ 5 6 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് തീരുമായിരിക്കും. സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 70 ഏറിയാൽ 80 അന്ന് തീരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുവരെ നരകിപ്പിക്കുമെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ലീഗലി ഞാൻ ദുഷ്യന്ത് ദവയെ പിടിക്കും, അല്ലെങ്കിൽ ഞാൻ തുഷാർ മേത്തയെ പിടിക്കും, അല്ലെങ്കിൽ കെ വേണുഗോപാലിനെ പിടിക്കും എന്നൊക്കെയായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആ മറ്റേ ദേവദാസിന് ഒരു ലോക്കൽ വക്കീലിനെ പിടിക്കാനുള്ള ശേഷിയില്ല. അതായത് നാട്ടുകാരെല്ലാം പെന്തക്കോസ് പാസ്റ്റർമാർക്കെതിരെ അപവാദം പറയുന്നു, വിശ്വാസി സമൂഹം അതും ഇതൊക്കെ പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സംഭവങ്ങൾ കയറി വന്നല്ലോ സഹോദരങ്ങളെ. അതായത് നമ്മെ പരിഹസിക്കുകയും നമ്മെ നിന്ദിക്കുകയും നമ്മെക്കുറിച്ച് അപവാദം പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ വായിച്ച് കേൾപ്പിക്കേണ്ട ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42:19 അല്ല. ആദ്യം വായിച്ച് കേൾപ്പിക്കേണ്ടത് സുവിശേഷത്തിലുള്ളൊരു ഭാഗമാണ്. അതായത് അന്യായമായി ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ആ ക്രൂശിൽ കിടന്ന് ക്രൂശിച്ചവരെയും അതിന് ഒത്താശ ചെയ്തവരെയും കുറിച്ച് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. സിവിലായിട്ടും ക്രിമിനലായിട്ടും കൈകാര്യം ചെയ്യും പൊന്നുമോനെ എന്നൊന്നും അല്ല നമ്മുടെ കർത്താവ് പറഞ്ഞത്. ആ കർത്താവിൻ്റെ ദാസന്മാർ പറയാണ്, സിവിലായിട്ടും ക്രിമിനലായിട്ടും ദുഷ്യന്ത് ദവയെ വിളിക്കും, അല്ലെങ്കിൽ തുഷാർ മേത്തയെ വിളിക്കും, അല്ലെങ്കിൽ മറ്റേ പ്രസിദ്ധനായ ആളുകളെ വിളിക്കും എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അത്തരം ഉപദേശിമാർക്ക് വേണ്ടി ഞാൻ ഒരു വാക്യോടെ വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42:19 എൻ്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ. ഇപ്പം ഇതിനും അടുത്ത ആഴ്ചത്തെ കമൻറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കിട്ട് 2 കൊടുക്കാം, ഇങ്ങനെയുടെ ഇടത്തെ കവിളത്തൊന്ന് കൊടുക്കാം, വലത്തത് കാണിക്കുമോ എന്നും ചോദിച്ച ആളുകൾ വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ആ കമൻ്റ് എഴുതിയ സഹോദരനൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുന്നത് നമ്മൾ ഊന്നി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മേൽമുണ്ടെടുത്താൽ പുതപ്പും കൂടെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അതൊരു ഗിരിപ്രഭാഷണ ഭാഗമാണ്. അതൊക്കെ പ്രായോഗികമാണോ, നടപ്പുള്ള കാര്യമാണോ എന്നൊക്കെയുള്ളൊരാശയത്തിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത്, വായ്പ വാങ്ങേണ്ടവരെല്ലാം ബാംഗ്ലൂരിലെ ഇന്ന പാസ്റ്റർ അടുക്കിലേക്ക് പോരെ. പുള്ളി ഭയങ്കര നീട്ടിപ്പിടിച്ചാണ് പ്രസംഗിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഏരിയയിലുള്ള ആളുകളെയെല്ലാം നമ്മുടെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ വന്ന് ചട്ടം കെട്ടുക എന്ന് വിചാരിച്ചോ. നിങ്ങളെല്ലാം നാളെ നേരം വെളുക്കുമ്പോൾ പുള്ളി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കണം. എന്നിട്ട് എല്ലാവരും വായ്പ ചോദിക്കണം. ഒരാൾ 500, ഒരാൾ 1000, ഒരാൾ 4000, ഒരാൾ 5000. അങ്ങനെ പുള്ളിയോട് എല്ലാം ചോദിച്ച് അവസാനം പുള്ളിയെ ഉടുത്തേക്കുന്നതും കൂടെ ചോദിച്ചേക്കണം. അവസാനം അതും കൂടെ ചോദിക്കണമല്ലോ. വീട്ടിലുള്ളതെല്ലാം ചട്ടിയും കലവും എല്ലാം ചോദിക്കണം, എല്ലാം മേടിച്ചുകൊണ്ട് പോകണം. അവസാനം പുള്ളിയുടെ പ്രസംഗം ഒത്തുവരുമോ അറിയാൻ വേണ്ടിയിട്ട് പുള്ളി ഉടുത്ത തുണിയും കൂടി അങ്ങ് ചോദിച്ചോ. പുള്ളി തരുമോ? മേൽമുണ്ടെടുത്താൽ പുതപ്പും കൂടെ വിട്ട് തരുമോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന്. അതിനൊരു മറുപടിയേ ഉള്ളൂ, ടെസ്റ്റ് ചെയ്യാൻ വന്നാൽ നടപടിയില്ല പൊന്നു സോദര. ഇത് ടെസ്റ്റിൻ്റെ കാര്യമല്ല. അതായത് പരിശുദ്ധാത്മാവിൽ നടത്തിപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നാട്ടിലുള്ള ആളുകളെല്ലാം കൂടെ വന്നിട്ട് പറയാണ്, ഉപദേശി വീട്ടിൽ പേഴ്സ് ഇരിപ്പില്ലേ, വേഗം എടുക്ക്, അതിനുള്ള പൈസ മുഴുവൻ എനിക്ക് തന്നേരെ, ബൈബിളിൽ അങ്ങനെ വാക്യമുണ്ട്, നിങ്ങൾ ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്നാ പേഴ്സുമായിട്ട് പൊക്കോ, അങ്ങനെയൊന്നും പറയില്ല. അത് ഇതെല്ലാം പരിജ്ഞാനത്തിലേ കൈകാര്യം ചെയ്യുള്ളൂ, ഇതെല്ലാം ആത്മ നടത്തിപ്പിലേ കൈകാര്യം ചെയ്യുള്ളൂ. മറുപടി അത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീട് വിശദമായി നമ്മളെ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടോ ഇല്ലയോ എന്നും കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്ന കാര്യം പറയണമല്ലോ. പിന്നെ കാല് വെട്ടിക്കളയുന്നതും കൈ വെട്ടിക്കളയുന്നതുമായ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് കൂടുതൽ അന്നേരം വിശദമാക്കാം. അത് ഏത് സമയത്താണ് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അന്ന് ആ വക കാര്യങ്ങൾ വിശദമാക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ആ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു അന്തസത്തയുണ്ട്. അതായത് ആരെങ്കിലും നമ്മുടെ മേൽമുണ്ടെടുക്കുമ്പോൾ അവന് പുതപ്പ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അതിലപ്പുറം അതൊരാശയമാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഒരുവൻ 1 നാഴിക നടക്കാൻ വിളിച്ച് 2 നാഴിക നടക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുവനൊരു കുസൃതിക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രസംഗിച്ചത് കേട്ടെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് കന്നഡക്കാരാണ് കൂടുതൽ. ഏതെങ്കിലും ഒരു പെന്തിക്കോസുകാരൻ, ഞാനാ പറഞ്ഞ ആ ഉദ്ദേശിയുടെ ശിഷ്യന്മാർ, പുള്ളിയുടെ അവരുടെ ശിഷ്യന്മാർ പെന്തിക്കോസുകാരല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആരാ ഇവർ ആ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പേരങ്ങ് പറയാൻ മേലെന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരോടും പറയാനുള്ളത്, ക്ഷമിക്ക്,
അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വെളിപ്പെട്ട് വരും. തിടുക്കപ്പെടരുത്. ഇപ്പം ഇങ്ങനെ നമുക്ക് പോകാം, കുറച്ച് കഴിയട്ടെ, അന്നേരം നമുക്ക് കാര്യങ്ങൾ അതിൻ്റെ വിശദമായ നിലയിലേക്ക് ഉപദേശ വിഷയങ്ങളും അതിൻ്റെ ഗൗരവവും ഒക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ പറയാം. പറയുന്നതിന് എന്നാ ബുദ്ധിമുട്ട്? അതാ സമയമാവട്ടെ, ആ നടത്തിപ്പിലേക്ക് വരട്ടെ, അന്നേരം പറയാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നിട്ട് നേരം വെളുത്ത് വന്ന് പറയാമെന്ന് കൂട്ടിക്കോ, നമ്മൾ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല, പരപരാ വെളുത്തു തുടങ്ങുന്ന സമയത്ത് വാതിലെ തട്ടുക. നമ്മളിങ്ങനെ ഉറക്ക ചടവോടുകൂടി വാതിൽ തുറന്നു തന്നു. ചെന്ന് കഴിഞ്ഞ പുള്ളി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഒരു നാഴിക നടക്കണം, നിങ്ങളുടെ പ്രസംഗം ഇന്നലെ ഞാൻ കേട്ടതാ, ആ കാരണത്താൽ ഞാനിപ്പോൾ ഇന്ന സ്ഥലം വരെ പോവുകയാണ്, എൻ്റെ കൂടെ ഒരു നാഴിക നടക്കണം. ഉയ്യോ, അപ്പോൾ ഇനി 2 നാഴിക പുള്ളിയുടെ കൂടെ നടന്നാലല്ലേ സമാധാനമാവുകയുള്ളൂ? അതാണോ എൻ്റെ അർത്ഥം? ദൈവവചനത്തിൻ്റെ ABCയോ വ്യവസ്ഥകളോ പശ്ചാത്തലങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും അറിയാതെ ആത്മാവിലല്ലാതെ ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ആളുകളെ കുഴി ചാടിക്കും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെ മെസ്സേജിന് ഞാൻ വഞ്ചകരെ സൂക്ഷിക്കുക എന്ന ടൈറ്റിൽ കൊടുത്തത്. ചുമ്മയൊന്നുമല്ല. നിങ്ങൾ പറയും പോപ്പ് ചതിക്കും, മറ്റേ മെത്രാൻ ചതിക്കും, അതൊക്കെ അവർ ദുരുപദേശം പറയുന്നു. ഒന്നുമില്ല, അവരൊന്നും ഒന്നും ചെയ്യില്ല. പാവങ്ങളാണ്, വെറും പാവങ്ങളാണ്, സാധുക്കളാണ് അവരൊക്കെ. പക്ഷെ ഇത്തരക്കാരെ സൂക്ഷിച്ചില്ലെങ്കിൽ കുഴി പോയി ചാടും. ഒരു പക്ഷേ ഇവരുടെ പ്രസംഗവും അതിൻ്റെ ആഹ്വാനവും കേട്ടിട്ട് നിങ്ങൾ കയ്യും കാലും വെട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കമൻ്റ് എഴുതുന്ന സഹോദരങ്ങളൊക്കെ ചിലപ്പോൾ കയ്യും കാലും വെട്ടിക്കളയും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ കണ്ണും ചൂടുന്നെടുത്ത് കളയും. അതായത് മലയാളക്കരയിൽ അങ്ങനത്തെ ഭ്രാന്തൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ അമേരിക്കൻ സഹോദരങ്ങളുടെ അയൽവാസികൾ, നമ്മുടെ അമേരിക്കൻ സഹോദരങ്ങളിലൂടെ ഉണ്ടല്ലോ, ഇവരുടെ അയൽവാസികളായ ആളുകൾ ഉപദേശിമാരും വിശ്വാസികളുമാണ് ഒരു പൊടിക്കിറുക്കുള്ള ആൾക്കാർ. അവരുടെ പൊടിക്കിറുക്ക് എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ നാട്ടിലൊന്നുമില്ല. അതായത് നല്ല വെളുവിളാ വെളുത്ത് തുടുത്തിരിക്കുന്ന സായിപ്പന്മാരും മദാമ്മമാരും. അവരുടെ പൊടിക്കിറുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അവരുടനെ സർപ്പങ്ങളെ പിടിക്കുകയാണ്, എന്നിട്ട് അതിനെ കഴുത്തേലൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ച് പാട്ട് പാടുകയാണ്. അതിൽ ഏതൊരു ഉപദേശിയുടെ മകനെയോ ആരണ്ടേ പാമ്പ് കടിച്ചെന്ന് എൻ്റെ കയ്യിലൊരു വീഡിയോ ഇരിപ്പുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അണലിപ്പാമ്പിനെയൊക്കെ, എൻ്റെ ദൈവമേ, മൂർഖൻ പാമ്പിനെ അണലിപ്പാമ്പിനെയൊക്കെ കഴുത്തേലിട്ടിട്ട് അതിനെങ്ങനെ കയ്യിലൊക്കെ ചുറ്റി പിടിച്ചിട്ട്. അമേരിക്കക്കാർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവർ F-35 ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ B-2 ബോംബർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വേദപുസ്തക വാക്യം അത് കൈ കിട്ടിയപ്പോൾ ഉടനെ പാമ്പിനെടുത്ത് കഴുത്തേലിട്ടു. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നാലെ വിശദമായി പറയാമെന്ന് ഞാൻ ആദ്യമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. സഹോദരങ്ങളെ, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ ചില വീഡിയോസുമായി ഒക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ആത്മീയ ലോകത്ത് സംഭവിച്ച ചില അപജയങ്ങൾ, ചില സങ്കടകരമായ വാർത്തകൾ, അതായത് പലയിടങ്ങളിൽ, ഒരിടത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്ന നിലയിൽ പല കാര്യങ്ങളും സംഭവിച്ചു ദൈവമക്കളുടെ ഇടയിലും ഒക്കെ. അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് തല താഴ്ന്നു തന്നെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലജ്ജാകരമായ കാര്യങ്ങളല്ലേ വിശുദ്ധന്മാരെന്ന് പറയുന്നവർ കർത്തൃമേശയുടെ മുമ്പിലും അതുപോലെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേറ്റവും എന്നെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയതുമായ കാര്യം, ശുശ്രൂഷകന്മാരുടെ ഒരു വലിയ നിര, അവർ ഒരുമിച്ച് കൂടിയ കോൺഫറൻസ്, പ്രസിദ്ധമായ ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ആരംഭ കാലഘട്ടത്തിലുള്ളൊരു മൂവ്മെൻറ്റാണ്. ആ സംഘടനയുടെ ഭാഗമായ പല മിഷണറിമാരും ആ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതദേശത്തിലേക്ക് വന്നു. അന്ന് ഭാരതദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ളത് പോലത്തെ ഫെസിലിറ്റീസും സംവിധാനങ്ങളും ഒന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള വീടുകളും ആ വീടുകളോടനുബന്ധിച്ചുള്ള പല ഫെസിലിറ്റീസും എല്ലാം അതിനകത്ത് വരുമെന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ 1000 വർഷം പിന്നിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അവർ നമ്മോടുള്ള സ്നേഹനിമിത്തം ആത്മാക്കളുടെ വിടുതലിനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാരതദേശത്തേക്ക് മിഷണറിമാരായി കടന്നു വന്നു. അങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ്റെ ഭാഗമായുള്ള മിഷൻ മലയാളക്കരയിൽ ആരംഭിച്ചത്. വളരെ കഷ്ടസഹിച്ചും വില കൊടുത്തുമൊക്കെയാണ് ആ കാലഘട്ടത്തിൽ മിഷണറി വീരന്മാർ ഇവിടെ കടന്നു വന്ന് സുവിശേഷം അറിയിച്ചത്. അതുപോലെ വേറെയും സംഘടനകളുണ്ടല്ലോ, അവരിലെയൊക്കെ മിഷണറിമാർ അങ്ങനെയാണ് കടന്നു വന്നത്. അങ്ങനെ സ്ഥാപിതമായ പ്രാദേശിക സഭകൾ അതെല്ലാം വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് വലിയ ഒരു സമൂഹമായിട്ട് മാറി. വലിയ ഒരു സമൂഹം, ലക്ഷക്കണക്കിന് ആളുകളുടെ അംഗസംഖ്യയുള്ള വലിയ സമൂഹമായിട്ട് മാറി. അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വല്ല പറമ്പിൽ പോയി മണ്ണ് മാന്തി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മരച്ചീനി അഥവാ കപ്പ
തൃശ്ശൂരുകാർ പറഞ്ഞാൽ കൊള്ളി അങ്ങനെയുള്ള സാധനമൊക്കെ മാന്തി എടുത്തുകൊണ്ട് വരും. പിന്നെ പച്ചമുളക് കിട്ടാനുള്ളത് കൊണ്ട് പച്ചമുളക് കൊണ്ടുള്ള ചില കലാപരിപാടികളൊക്കെ നടത്തി അങ്ങനെയൊക്കെ കാലം പോക്കിയ ആളുകളാണ് പണ്ട് കാലത്ത്. ഇന്ന് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. അതിൻ്റെ ശേഷം അമേരിക്കക്കാർ ചെന്നൈയിൽ ഒരു കോൺസുലേറ്റ് ആരംഭിച്ചു. ഒരു മദാമേനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ നമ്മുടെ തെക്കുവടക്ക് കടന്ന ഉദേശിമാരെല്ലാം മദാമയുടെ അടുക്ക ചെന്നു. മദാമ സീലടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും കയറി പൊക്കോളാൻ പറഞ്ഞു. ഇനി ഒറ്റ ഒരുത്തിന് ഇവിടെ നിൽക്കണ്ട. വെസ്റ്റ് ബംഗാളിൽ പ്രവർത്തിക്കുന്ന ഉദേശിയും സൗത്ത് ബംഗാളിൽ പ്രവർത്തിക്കുന്ന ഉദേശിയും നോർത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഇന്ത്യയിലെ ഉദേശിമാർ കയറിപ്പൊക്കോളാൻ പറഞ്ഞു. എല്ലാം കയറിപ്പൊക്കോ, ഒറ്റ ഒരുത്തിനൂടെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളെല്ലാം കിട്ടിയ വണ്ടിക്ക് കയറിപ്പോയി. കിട്ടിയ വണ്ടിക്ക് ആളുകളെല്ലാം കയറിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ചില്ലറകൾ ഇങ്ങോട്ട് വരാൻ ആരംഭിച്ചു. ഇവിടെ നിന്ന് നമ്മളിൽ ചിലർ അങ്ങോട്ട് പോകാൻ ആരംഭിച്ചു. അങ്ങനെ പോക്കും വരവുമായി. പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസായി. അങ്ങനെ എല്ലാം കുമിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉന്തും തള്ളും ആരംഭിച്ചു. ഉന്തും തള്ളും. ഞാൻ പറഞ്ഞു വന്ന ഒരു പരിഹാസ രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും. ഞാൻ പരിഹാസ രൂപത്തിലല്ല പറഞ്ഞത്, ഞാൻ സങ്കടം കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് ഓർത്താ. യോശുവയുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, നിങ്ങൾ യോർദാനിൽ നിന്ന് മറുകര കടക്കുമ്പോൾ ആ ഉണങ്ങിയ നിലത്തൂടെയാണല്ലോ കടന്നു പോകുന്നത്. അവിടെ നിന്ന് 12 കല്ലുകളെടുത്ത് മറുകര കൊണ്ടുപോകണം. ആ 12 കല്ലുകൾ ചരിത്രത്തിൽ സംസാരിക്കും. അത് എന്തെന്ന് ചോദിച്ചാൽ വരുംകാലത്ത് നിങ്ങളുടെ തലമുറകൾ ചോദിക്കുമ്പോൾ അവരോട് പറയേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ? അതിനോടനുബന്ധിച്ചുള്ളൊരു കാര്യമാണ് പെസക എന്ന് പറയുന്ന ഫീസ്റ്റ്, അഥവാ നിരന്തരമായുള്ള പെസക പെരുന്നാൾ അവരെ ആചരിക്കണം. അടുത്തൊരു കാര്യമാണ് കൂടാര പെരുന്നാൾ, ടാബർനാക്കൽ ഫീസ്റ്റ്. അങ്ങനെ കൂടാര പെരുന്നാളും ആഘോഷിക്കണം, ആചരിക്കണം. അതെന്തെന്ന് വരുംകാലത്ത് തലമുറകൾ ചോദിച്ചാൽ പെസക കുഞ്ഞാടിനെ അറുത്ത ആ സന്ധ്യാസമയത്ത് മിസ്രൈമിൽ നിലവിളി ഉയർന്നപ്പോൾ ഇസ്രായേലിയർ ആ നിലവിളിയിലേക്ക് പോകാതെ വണ്ണം അവര് സംഹാരകളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് അങ്ങനെ വിടുതൽ പ്രാപിച്ച് കടന്നു വന്ന കാര്യം തലമുറകളെ അറിയിക്കണം. നാം സേവിക്കുന്ന ദൈവമാരെന്ന് അവരോടൊന്ന് സൂചിപ്പിച്ചു കൊടുക്കണം. അവര് വാഗ്ദത്ത ദേശത്ത് വന്നതിന് ശേഷം എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷവും അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് തലമുറയെ കാണിക്കുകയാണത്. നൂറ്റാണ്ടുകൾ അങ്ങനെ ചെയ്യുകയാണ്, നൂറ്റാണ്ടുകളോളം. അതൊക്കെ വേണേൽ മറന്നു കളയാൻ മേലെന്ന് ചോദിച്ചാൽ എങ്ങനെയാ മറക്കുന്നതെന്ന്. അതുപോലെ കനത്ത അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലും അതിലെ ആ ജയഘോഷമൊക്കെ അവരുടെ ഉള്ളിൽ കിടന്ന് മുഴങ്ങുന്നുണ്ട്. തലമുറ കൈമാറി വന്നപ്പോഴും ഇന്നെന്ന പോലെ അവർ ഓർക്കുന്നുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നെന്നുള്ളത് വേറൊരു സത്യം. ഞാനതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ യഹോവയായ ദൈവം അവരോട് ആഹ്വാനം ചെയ്ത കാര്യത്തിൻ്റെ സൂചന നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ്. വരുംകാലത്ത് തലമുറകൾ അറിയണം നമ്മെ നടത്തിയ വിധങ്ങൾ. ഈ പറയപ്പെട്ട ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും ഒക്കെ ഉള്ള മിടുക്കന്മാരായ ഉദേശിമാരിങ്ങനെ ഉന്തും തള്ളുമൊക്കെ നടത്തുമ്പോൾ വരുംകാലത്ത് തലമുറകൾ ഈ വീഡിയോയാണ് ഇനി കാണാൻ പോകുന്നത്. ഇത്തരം വീഡിയോകളെ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാനിൽ നിന്ന് 12 കല്ലെടുത്ത് വെച്ചപ്പോൾ ഈ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഇങ്ങനത്തെ വീഡിയോകളാണ്. അവരിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരിക്കും പറയുന്നത്? എൻ്റെ ദൈവമേമാർക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ, ജീവിതമില്ലെന്ന് പറയില്ലേ? അയ്യോ, വെള്ളയൊക്കെ ഇട്ട് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ കേമം വേറെ എങ്ങും ഇല്ലെന്ന് തോന്നിപ്പോവും. പക്ഷേ കയ്യിലിരിപ്പ് മോശമാണ്. പുള്ളിയുടെ ഉന്തും തള്ളും കണ്ടോ എന്ന് പറയില്ലേ? പുള്ളി പോലീസിനെ പട്ടാളത്തേക്ക് വിളിക്കുന്ന കണ്ടോ എന്ന് പറയില്ലേ? അപ്പം ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഹോശിയയുടെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചത്. ആ വാക്യത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടത്. ഹോശിയയുടെ പുസ്തകം 8-ാം അധ്യായം, ബുക്ക് ഓഫ് ഹോശിയ ചാപ്റ്റർ 8, 8-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ നമ്മളിങ്ങനെ വായിച്ചു വന്നിട്ട് 4-ാം വാക്യത്തിൽ വന്നപ്പോൾ നമ്മളവിടെ നിന്നു. 4-ാം വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ ഹോശിയ പ്രവചിക്കുന്ന ആരോടാ? വടക്കേ ദേശക്കാരോട്, അതായത് ഇസ്രായേലിനോട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടതിന് ശേഷം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആരെങ്കിലും പുതുതായിട്ട് കേട്ടാൽ അവർക്കൊന്നും മനസ്സിലാകാതെ വരല്ലോ എന്നോർത്ത് പറയുന്നതാണ്. അങ്ങനെ വടക്കേ ദേശമായ ഇസ്രായേലിനോട് പ്രവചിക്കുന്ന പ്രവാചകനാണ് ഹോശിയ. ആ ഹോശിയ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ് 4-ാം വാക്യത്തിൽ, അതായത് അവർ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരമല്ല താനും. ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ഛേദിക്കപ്പെടേണ്ടതിന് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. തുടക്കം എങ്ങനെയാണ് പറഞ്ഞത്? അവർ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരമല്ല താനും. ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അതായത് അവർ ഇരുട്ടത്ത് നിയമിച്ചെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊന്നുമല്ല.
ദൈവം അറിയാതെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അനുവാദം കൂടാതെ ചെയ്തു എന്നർത്ഥം. മറ്റൊരു രീതി പറഞ്ഞാൽ പ്രമാണരഹിതമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു എന്നർത്ഥം. ഒരുവനായ ദൈവം അറിയാതെ ഒരു തലമുടി നാര് കൊഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? ഒന്നുമില്ല, എല്ലാം അവിടെ നിന്ന് അറിയുന്നു. പക്ഷേ ദൈവഹിതം തിരിച്ചറിയാതെ, ദൈവഹിതം മനസ്സിലാക്കാതെ അവർ സ്വന്തം ഹിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ പരിസമാപ്തി, അതിന് എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ടല്ലോ, ഒരവസാനം. ആ അവസാനം എന്ന് പറയുന്നത് അശൂരിൽ പ്രവാസികളെ പോലെ അടിമത്തത്തിൽ പോയി കിടക്കേണ്ടി വന്നു. ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങളും ലോകസാഗരത്തിൽ ചിതറിപ്പോയി. ലോകസാഗരത്തിൽ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നീട് നാം കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 1948 ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ഗോത്രങ്ങളിലുള്ള ആളുകൾ അവിടങ്ങളിൽ ചിതറിപ്പോയവർ ഒറ്റ തെറ്റയൊക്കെ ആയിട്ട് കടന്നു വന്നു. ഏറിയ പങ്കും കടന്നു വന്നത് യഹൂദ ഗോത്രക്കാരാണെന്ന് മാത്രം. എന്നാൽ ബാക്കി 10 ഗോത്രക്കാരുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അവർ ലോകത്തിലെ ജാതികളോട് ഇടകലർന്ന് അതിൽ ലയിച്ച് ചേർന്ന് പോയി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ മറികടന്ന് പോയപ്പോൾ ഉണ്ടായ അപകടത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് സൂചന ലഭിക്കുന്നത്. ഇതിൽ നിന്ന് എന്താ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച നിങ്ങളോട് പറയാനായിട്ട് പരിശ്രമിച്ചത്? പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് പറഞ്ഞില്ലേ? അതായത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് അവരുടെ ആദ്യത്തെ രാജാവായ, വടക്കേ ദേശക്കാരുടെ ആദ്യത്തെ രാജാവായ യൊറോബയാം ബഥേലിലും ദാനിലും കാളക്കുട്ടിയെ ഉണ്ടാക്കി, അവിടെ യാഗപീഠമൊക്കെ ഉണ്ടാക്കി, യാഗങ്ങളും കർമ്മങ്ങളും പരിപാടികളും എല്ലാം, അതായത് യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തോ അതിൻ്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ കാരണം ഈ 10 ഗോത്രക്കാരും യെരുശലേമിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശദമായി കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ 1-2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ആ സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെയെല്ലാം പുതിയ നിയമത്തിൽ വന്ന് അതിൻ്റെ പൂർണ്ണമായ ഒരു വിശദീകരണത്തിലേക്ക് കൊണ്ടുവരും. അതിനായിട്ട് 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരും. 1 സാമുവേൽ ചാപ്റ്റർ 8. ഇതെല്ലാം സഹോദരങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ പൊരുൾ തിരിച്ചു തരാൻ ദൈവം തൻ്റെ ദാസന്മാരെ ആക്കിയിട്ടുണ്ട്. ആ കാരണത്താൽ ചില വിഷയങ്ങളുടെ പൊരുൾ തിരിക്കാനുണ്ട്. നമുക്ക് 1 ശമൂവേൽ 8-ാം അധ്യായത്തിലേക്ക് വരാം. 1 ശമൂവേൽ 8-ാം അധ്യായം തുടങ്ങുന്ന തന്നെ ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. നോക്കണം, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ജഡ്ജസ് ന്യായപാലനം ചെയ്യുന്ന കാലമാണ്. ന്യായാധിപന്മാർ ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുന്ന കാലമാണ്. അതിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ന്യായാധിപനായിട്ടിരുന്നയാളാണ് ശമൂവേൽ. യഹോവയായ ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്ത ദൈവത്തിൻ്റെ ന്യായാധിപനാണ് ശമൂവേൽ. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രവാചകനുമായിരുന്നു, ന്യായാധിപനുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം വയസ്സ് എന്നവനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളെ ആ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ചട്ടപ്രകാരം ആ ഭാഗത്തേക്ക് വരാനായിട്ട് നിയമിക്കപ്പെടുകയാണ്. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് മോശമാണെന്ന് നമ്മൾ വായിക്കുന്നത്. അത് കണ്ടും കേട്ടും അടുത്തിട്ട് ജനം ശമൂവേലിനോട് പറയുകയാണ്. എന്താ പറയുന്നത്? അതായത് അതിൻ്റെ 4-5 വാക്യത്തിലേക്ക്, വേഴ്സ് 4 and 5 അവിടെ വരുമ്പോൾ കാണുന്നത്, ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി റമായിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? ഈ ജനം പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. കാരണം ശമൂവേൽ നല്ല ന്യായാധിപനായിരുന്നു. ശമൂവേലിൻ്റെ മക്കളുടെ കാലം വന്നപ്പോഴത്തേക്ക് അവർ കൊള്ളരുതാത്ത വഴിയിൽ നടക്കുന്നു, തെറ്റായ വഴിയിൽ നടക്കുന്നു. ആ കാരണത്താൽ ജാതികൾക്കുള്ളതുപോലെ ഞങ്ങളൊരു രാജാവിനെ ചോദിച്ചാൽ എന്താ തെറ്റ്? നമ്മളെ വിശ്വാസികളോടൊക്കെ ചോദിച്ചാൽ അവർ ഭൂരിപക്ഷം പേരും അങ്ങനെ പറയുള്ളൂ. നോക്കണം പാസ്റ്റർ, ഈ ശമൂവേലിൻ്റെ മക്കളെന്ന് പറയുന്നവർ ഒരു ഗുണമില്ലാത്തവന്മാരാണ്, അവർ വലിയ കുഴപ്പക്കാരാണ്. ആ കാരണത്താൽ ഞങ്ങൾക്ക് ഈ പെന്തിക്കോസിൽ തുടരാൻ കഴിയില്ല. ഞങ്ങൾക്ക് ജാതികളുടെ രീതി അനുസരിച്ചൊരു പെന്തിക്കോസ് ഉണ്ടാക്കി തരണം. കാരണം ഇവിടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ പലതും ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ല. അതൊന്നും ശരിയല്ലെന്ന് മറ്റേ പാസ്റ്റർ അങ്ങനെ പറയുന്നത്. ജാതികളുടെ രീതിക്ക് അനുസരിച്ച് ഞങ്ങൾക്കൊരു രാജാവിനെ തരണമെന്ന്. ജാതികളുടെ രീതിക്ക് അനുസരിച്ച് ശരിക്കും അവരെന്തായിരുന്നു ശമൂവേൽ വഴി ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്? കർത്താവേ, നിന്റെ ദാസനായ ശമൂവേൽ എത്ര മനോഹരമായി ഞങ്ങളെ ന്യായപാലനം ചെയ്തു. അത് അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാലം വന്നപ്പോഴത്തേക്കും
ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് പിടിക്കുന്നില്ല. ആ കാരണത്താൽ തിരുവുള്ളമുണ്ടായിട്ട് യോഗ്യരായ ആളുകളെ ഞങ്ങൾക്ക് നിയമിച്ച് തരണമെന്ന് പറയേണ്ടതിന് പകരം അവരെന്താ പറഞ്ഞത്? ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരെണ്ണത്തിനെ വേണമെന്ന്, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന്. അവർക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് ഒരെണ്ണം വേണം. അതാണ് അവർ അപേക്ഷിക്കുന്നത്. അതിൻ്റെ മറുപടി നമുക്ക് താഴേക്ക് വരാം, 6-ാം വാക്യത്തിലേക്ക്. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ ജനം പറഞ്ഞ കാര്യങ്ങൾ ശമൂവേലിന് അനിഷ്ടമായി. സഹോദരങ്ങളെ, നമ്മളൊരു വിഷയം പഠിക്കാനാകട്ടോ ശ്രമിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. ചുമ്മാ പഴയ നിയമത്തിൽ കിടന്ന് വട്ടം കറങ്ങുകയല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാ. ഇവിടെയല്ല എനിക്ക് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹോശേയയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്തത് ഈ സബ്ജക്റ്റിലേക്കാണ്. ഹോശേയയുടെ പുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവർ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരമല്ല. അവർ പ്രഭുക്കന്മാരെ നിയമിച്ചു, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അതായത് എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ അവരങ്ങനെ ചെയ്തെന്ന്. അത് അനിഷ്ടത്തിന് കാരണമായി തീർന്നു. അത് കാലാന്തരത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇസ്രായേലിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ശമൂവേൽ അവരുടെ നടുവിലുള്ള കാലത്തുള്ള കാര്യമാണിത്. അത് കഴിഞ്ഞിട്ട് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയായ ദൈവം ശമൂവേലിനോട് അരുളി ചെയ്തെന്നാൽ, ജനം നിന്നോട് പറഞ്ഞ സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഈ സാധുക്കൾ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല സഹോദരങ്ങളെ. അവർ യഹോവയായ ദൈവത്തെ ത്യജിച്ച് ജാതികളുടെ ഒരു സമ്പ്രദായത്തിലേക്ക് പോവുകയാണെന്ന് ഈ പാവങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടാണോ ഇതൊക്കെ പറഞ്ഞത്? ഒരാവേശത്തിൽ കയറി അടിച്ചു വിട്ടതാണ്. ജാതികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ചില ഉദ്ദേശിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? മലയാളി പെന്തിക്കോസുകാർ മാത്രമാണോ സ്വർഗത്തിൽ പോകുള്ളൂ? അമേരിക്കയിലെ സായിപ്പ് പോകില്ലേ? യൂറോപ്പിലെ സായിപ്പ് പോകില്ലേ? അവരങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ. അവിടുത്തെ മദാമ കൊച്ചു നിക്കറാണല്ലോ ഇടുന്നത്. അതായത് ഈ അര വരെയുള്ള നിക്കറ്, മുട്ടുവരെയാണെങ്കിൽ പിന്നെ സഹിക്കാം, അര വരെ ഇട്ടുകൊണ്ടാണല്ലോ അവർ നടക്കുന്നത്. അവരുടെ തൊലിയുടെ കാര്യമോ അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതിയോ ഈ തണുപ്പ് കാലത്ത് മൂടിപ്പൊതിച്ച് ജീവിക്കുന്ന അവർ വേനൽ വരുമ്പോൾ, ചൂട് വരുമ്പോൾ ഈ ശരീരത്ത് എന്തെങ്കിലും ആവി കയറ്റാൻ വേണ്ടി, സൂര്യതാപം കയറ്റാൻ വേണ്ടിയൊക്കെ വല്ല ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അത് വെച്ച് മലയാളക്കരയിലെ തിരുവിതാംകൂറുകാരി കൊച്ചമ്മ പറയാണ്, അല്ലെ കൊച്ചമ്മയുടെ ഭർത്താവ് പാസ്റ്റർ പറയാണ്, അമേരിക്കയിലുള്ളൊരു സ്വർഗത്തിൽ പോവോ, യൂറോപ്പിലുള്ളൊരു പോവോ എന്നൊക്കെ ചോദിച്ച് ഇതിനെല്ലാം നല്ല മറുപടി കൃത്യമായിട്ടുണ്ടെന്നേ. നല്ല മറുപടിയുണ്ട്. അമേരിക്കനെയും യൂറോപ്പിനെയും വെച്ചൊന്നുമല്ല സ്വർഗത്തിൻ്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. അല്ലെ തിരുവിതാംകൂറിലെയോ മലബാറിലെയോ ആളുകളുടെ കാര്യം വെച്ചിട്ടല്ല സ്വർഗത്തിൽ പോകുന്നത് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്ന വിശുദ്ധ തിരുവെഴുത്താണ്. ഇതിൻ പ്രകാരം കാര്യങ്ങളെ പഠിക്കണം, മനസ്സിലാക്കണം. അരയും മുറിയും കേട്ടിട്ട് കാര്യങ്ങളെ പറയരുത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ ഉദ്ദേശിമാർ റൈറ്റ് സഹോദരന്മാർ ഉണ്ടാക്കി വെച്ച് ആ സാധനത്തെ കയറി പറന്നുപോയി. റൈറ്റ് സഹോദരന്മാർ മലയാളി പെന്തിക്കോസിന് ചെയ്ത ദോഷം ഭയങ്കരമാണ്. റൈറ്റ് സഹോദരന്മാരെന്ന് കേട്ടിട്ടില്ലേ? ആ പുള്ളികൾ ചെയ്തു വെച്ച കാര്യം ഭയങ്കര ദുരന്തമായി പോയി. മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ പിടിച്ച് പറപ്പിച്ചുകൊണ്ട് പോയി ഓരോ തോന്നിവാസങ്ങളൊക്കെ പറയാൻ പാകത്തിന് പ്രാപ്തരാക്കിയില്ലേ? അങ്ങനെ പോയ ഉദ്ദേശിമാരുടെയൊക്കെ പെൺപിള്ളേരും ആൺപിള്ളേരും അമേരിക്കയിൽ ചെന്ന് അവിടെയുള്ള സായിപ്പുമാർ പിള്ളേരുമായിട്ട് ലോഹ്യത്തിലായി അങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് അവരെയൊക്കെ ഓരോരോ രീതിയിൽ കെട്ടിച്ചും വാഴിച്ചും വിട്ട് കഴിഞ്ഞപ്പോൾ ഈ നേതാക്കന്മാരായ കേമന്മാരായ ഉദ്ദേശിമാർ പറയാണ്, പണ്ട് കാലത്തെ അപ്പച്ചന്മാർക്ക് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറ്റി, അവർ ഓരോരോ മണ്ടത്തരങ്ങൾ പറഞ്ഞെന്ന്. അതിലൊരു മണ്ടത്തരം ഞാൻ പറയട്ടെ. ഈ പെന്തിക്കോസിന്റെ പൂർവന്മാരായ പിതാക്കന്മാരെന്ന് പറയുന്നവർ പറഞ്ഞൊരു മഹാമണ്ടത്തരം, അത് നമുക്ക് പിന്നീട് വിശദമായി പറയാനുള്ളതാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം പുറത്തെടുക്കാം. അന്നത്തെ കാലത്തെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, കോൾഗേറ്റ് ഉപയോഗിക്കുന്ന ഒറ്റയൊരുത്തിനെയും നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുപ്പിക്കില്ല. പേസ്റ്റ് എന്ന് പറയാനെന്ന് അറിയില്ല. ഈ സാധനം രംഗത്തേക്ക് വന്നപ്പോൾ അവരടിച്ചു വിട്ട് കളഞ്ഞു. കോൾഗേറ്റ് ഒന്നും തൊടാൻ പാടില്ല. ജാതികളുടെ സമ്പ്രദായങ്ങൾ, ലോകത്തിൻ്റെ രീതികൾ. പണ്ടേ നല്ല ഒന്നാന്തര ഉമിക്കരി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരുന്ന ആൾക്കാരാ. അവർ പേസ്റ്റും ബ്രഷും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സെന്റിനൽ ദ്വീപിലുള്ള ആളുകൾക്ക് ഈ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അമ്പ് ചെയ്ത് കൊല്ലാക്കൊല വന്നല്ലോ ആളുകളെ. അതുപോലെ നമ്മുടെ ജിം എലിയറ്റൊക്കെ ഇക്കഡോറിലെ, അതായത് ആമസോൺ തീരത്തുള്ള ഔക്ക വംശജരുടെ അടുക്ക പോയി അവർക്ക് ഒത്തിരി സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ വിമാനത്തിലിരുന്ന് ഇട്ടുകൊടുത്തു.
അവർക്ക് അതൊന്നും പിടികിട്ടിയില്ല, ഉപദ്രവിക്കാൻ വരുന്നതെന്ന് അവർ ചിന്തിച്ചത്. അതുപോലെ തന്നെ മലയാളക്കരയിലെ പൂർവന്മാർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് പേസ്റ്റാണ്, പല്ല് തേക്കാനുള്ളതാണ്, അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല, അത് ആത്മീയ വർധനവിന് തടസ്സമോ വിശുദ്ധിക്ക് തടസ്സമൊന്നും അല്ല എന്നുള്ളത് ആ സാധുക്കൾക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ കയ്യിൽ ഗൂഗിളോ അവരുടെ കയ്യിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ സ്മാർട്ട് ഫോണോ എല്ലാം അടിച്ചു നോക്കാൻ പാകത്തിന് ChatGPT ഒന്നും അന്നില്ലായിരുന്നു. അതായത് മയക്കുമരുന്നും മദ്യവും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, അതുപോലത്തെ എന്തെങ്കിലും ഏടാകൂടമാണോ ഇതെന്ന് ഈ സാധുക്കൾക്ക് ഈ ഒറ്റമുണ്ടെടുത്ത് ഒരു നേരിയത് ഇങ്ങനെ മുകളിലൂടെ ഇടും. അല്ലാതെ സജിപ്പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ പാൻറ് ഷർട്ടും ജുബ്ബയൊന്നും ഇട്ടിട്ടല്ല അവർ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ അവർക്ക്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ആ മനുഷ്യരെ ആ പശ്ചാത്തലവും മനസ്സിലാക്കണം. സാധുക്കളായ മനുഷ്യരാണ് അവർ, നിഷ്കളങ്കരായിരുന്നു. അവരുടെ നിഷ്കളങ്കതയിൽ, അവരുടെ ഉത്സാഹത്തിൽ, കർത്താവിനോടുള്ള എരിവ് നിമിത്തം അവരങ്ങനെ പറഞ്ഞതാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കത് തിരുത്താവുന്നേ ഉള്ളൂ. പക്ഷെ പരിഹസിക്കരുത്, പുച്ഛിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. അവർക്കറിവില്ലായിരുന്നു സഹോദരങ്ങളെ, അതിൻ്റെ ശാസ്ത്രീയ നാമമോ അതിൻ്റെ വശങ്ങളോ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അവർ കർത്താവിനോടുള്ള എരിവ് നിമിത്തം, അവരുടെ ഉള്ളിലെ ആ കത്തൽ നിമിത്തമാണ് ഏതെങ്കിലും വിധത്തിൽ ലോകത്തിൻ്റെ സ്നേഹിതന്മാരായി പോകുമോ, വഴുതി പോകുമോ, തെറ്റിപ്പോകുമോ എന്നുള്ള ഉൾഭയമാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ചില സമയത്ത് മനുഷ്യർ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകും, പറഞ്ഞു പോകും. പക്ഷെ അതൊന്നും വെച്ചിട്ടല്ല നമ്മൾ അവരെ ഒന്നും വിലയിരുത്തേണ്ടത്. അതൊന്നും വെച്ചിട്ടല്ല. ആ തലമുറയിലെ ഭക്തന്മാരുടെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒറ്റയൊരുത്തൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിപ്പില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അയോഗ്യരാണോ? ഒരിക്കലും അല്ല. ഇവിടെ ഇരിക്കുന്നവരൊന്നും അയോഗ്യരല്ല. പക്ഷെ അവർ അനുഭവിച്ച കഷ്ടങ്ങളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും അവരൊന്നും ആർക്കും വാട്സപ്പിൽ മെസ്സേജ് കൊടുത്തില്ല. സിവിലായിട്ടും ക്രിമിനലായിട്ടും നിന്നെ കൈകാര്യം ചെയ്യുമെന്നൊന്നും ഒറ്റ മനുഷ്യൻ അങ്ങനെ ചെയ്തില്ല. അടി കൊട്ടിട്ട് അവർ വഴിമാറി പോവുക ചെയ്തത്. നിന്ദകളും പരിഹാസങ്ങളും, എന്തൊരു ഭയങ്കര നിന്ദകളാണ് അവർ അനുഭവിച്ചതെന്നറിയാവോ? പെന്തക്കോസുകാരെ ഇപ്പൊ പുച്ഛിക്കുന്ന ഉപദേശിയൊക്കെ ഉണ്ടല്ലോ, അമേരിക്കക്കാരൻ്റെയും യൂറോപ്പുകാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെയും ചില്ലറയൊക്കെ. അതൊക്കെ ഈ പഴയ പെന്തക്കോസുകാരുടെ പൂർവന്മാരെ അവിടെ കിടക്കുന്നത് പലരും. അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുള്ളികൾക്ക് അയച്ചു കൊടുക്കുന്നത്. അതൊന്നും ഈ പൂർവന്മാരെ പുച്ഛിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ നമ്മൾ മുൻപൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്തന്മാരും മിടുക്കന്മാരും ഉണ്ടായിരുന്നു. മിടുക്കന്മാരാണ് അവരുടെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ച് പേരും പ്രശസ്തിയും ഒക്കെ ആയിട്ട് നല്ല ശവാട് കിട്ടിപ്പോയത്. പക്ഷെ പഴയ കാലത്തെ ഭക്തന്മാർ പലരും അവര് കട്ടിന് മുൻപിൽ പോലും നേരജവന് വന്നിട്ടില്ല. അവരെ പലരും അറിയില്ല. ബാലിന് മുട്ടുമടക്കാത്ത വീരന്മാരുണ്ടായിരുന്നു. മലയാളക്കരയെ വിറപ്പിച്ച ഭക്തന്മാരുണ്ടായിരുന്നു. കാഹളം ധ്വനിക്കട്ടെ, നമുക്ക് കാണാം. കാഹളം ധ്വനിക്കട്ടെ, നമുക്ക് കാണാം. നമ്മുടെ ഉപദേശിമാർ ഈ സാധാരണ ഈ മരണസമയത്തൊക്കെ ഈ കല്ലറയുടെ അടുക്കിലോ ആ കുഴിയുടെ അവിടെയൊക്കെ ഈ ബോഡി കൊണ്ടുവച്ചിട്ട് പറയുമല്ലോ, ലാസ്റ്റ് തെസ്സലോനിക്ക ലേഖനമൊക്കെ വായിച്ചിട്ട് ഇത്തിരി മണ്ണൊക്കെ ഇട്ടിട്ട് ഉയർപ്പിൻ പൊൻപുലരിയിൽ നമുക്ക് വീണ്ടും കാണാമെന്നൊക്കെ ഈ ഉപദേശിമാർ പറഞ്ഞു കളയും. ഒരു സാഹിത്യ ഭാഷയിൽ പറയുന്നതാണത്. അപ്പോൾ അതിനെയൊക്കെ ഒരു ഉപദേശി, ഒരു ബൈബിൾ കോളേജ് അധ്യാപകൻ ഭയങ്കരമായിട്ട് പരിഹസിച്ചേട്ടൻ്റെ ഈ അടുത്ത ദിവസം. അതായത് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വ്യാഖ്യാനിച്ച ഉപദേശി, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന് നമ്മെ പണക്കാരനാക്കാനാണ് വ്യാഖ്യാനിച്ച ന്യൂ ജനറേഷനൊന്നും അല്ല കേട്ടോ. കൊള്ളാവുന്ന എണ്ണം പറഞ്ഞ ക്ലാസിക്കൽ പെന്തിക്കോസിലെ ബൈബിൾ കോളേജ് അധ്യാപകൻ, സോഷ്യൽ മീഡിയയിലെ നിരന്തര എഴുത്തുകാരൻ, അദ്ദേഹം ഈ ഉപദേശിമാരെ കളിയാക്കുകയാണ്. ഉപദേശിമാർ പണ്ടുകാലം മുതൽ അങ്ങനെ ഉയർപ്പിൻ പൊൻപുലരിയിൽ കാണാമെന്നൊക്കെ പറഞ്ഞതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ചില വാക്യങ്ങളെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഞാനങ്ങനെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല, എൻ്റെ വായിൽ അങ്ങനെ കിട്ടാറില്ല, കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ശവടക്കിനോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും ഞാൻ ഒരിക്കലും പരിഹസിക്കില്ല. അങ്ങനെ പരിഹസിക്കാൻ പാടില്ല. ഏതെങ്കിലും ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരിഹസിക്കരുത്. അവരത് സമൂഹത്തിൻ്റെ നടുവിൽ നല്ലൊരു ഭാഷയിൽ പറഞ്ഞു. അതിന് ആത്മീയ അർത്ഥമുണ്ട്. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. ഞാനിപ്പോൾ ആ കേസ് പിടിക്കുന്നില്ല. ഉയർപ്പിൻ പൊൻപുലരിന്ന് കോടാനുകോടി പെന്തിക്കോസ് പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം മരമണ്ടന്മാരും, ഈ ഉപദേശി മാത്രം ബുദ്ധിമാൻ എന്നുള്ള നിലയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളൊക്കെ കാണും, കേൾക്കും, വായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത്. പുറത്തുള്ളവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തോട്ടെ, നിങ്ങളാരും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ ദാസന്മാർ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞെന്നോർത്ത് വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ട. ഇതിനകത്തൊരു വചനവിരുദ്ധത ഇല്ലെന്നുള്ളത് ഞാൻ വചനം വെച്ച് പിന്നീട് കേൾപ്പിക്കാം. ഇപ്പം അത് വിട്ടേക്കാം. മലയാളക്കരയിലുള്ള നമ്മുടെ പൂർവന്മാരായ ഭക്തന്മാരായ
പൂർവ്വപിതാക്കന്മാർ അവർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരെ ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ദൈവസഭയെ മുടിപ്പിച്ച് കളയാൻ വേണ്ടി പറഞ്ഞതല്ല, ദൈവമക്കൾക്ക് ദോഷം ഉണ്ടാകാൻ പറഞ്ഞതല്ല. അവരുടെ എരിവ് ഭയങ്കരമായിരുന്നു. പഴയ കാലത്തെ ഈ എരിവെന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരാണോന്നും എനിക്കറിയില്ല. അതായത് അന്നത്തെ കാലത്ത് ഈ വിശ്വാസ മാർഗത്തിലേക്ക് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഈ വെറ്റക്കൊടി ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് അടർത്തിയെടുത്തുകൊണ്ട് ഈ ചന്തയിൽ കൊടുത്ത് അതിൻ്റെയൊക്കെ പൈസയൊക്കെ വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ കമുകുണ്ട്, കമുക്, അടയ്ക്കാമരം എന്ന് പറയും, കമുക്. ആ കമുകിൽ നിന്ന് എന്ത് കിട്ടും? അടയ്ക്ക കിട്ടും. ആ അടയ്ക്ക ആളുകൾ എന്തിനുപയോഗിക്കും? മുറുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇവർ തലങ്ങും വിലങ്ങും ഈ കമുകൊക്കെ വെട്ടിക്കളഞ്ഞു ആ കാലഘട്ടത്തിൽ. അതുപോലെ ഈ വെറ്റക്കൊടിയൊക്കെ എന്ത് ചെയ്തു? എല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞു. അവരുടെ എരിവ് നിമിത്തമാണ് അവരങ്ങനെ ചെയ്തത്. കാരണം പണ്ട് കാലത്തെ മലയാളികൾ മുറുക്കുന്നൊരു ശീലമുള്ളവരായിരുന്നു. അത് ധാരാളമായിട്ട് ആളുകൾ ചെയ്യുമായിരുന്നു. അതിനെ ഈ വെറ്റ അടക്കയും പുകലയൊക്കെ വേണമായിരുന്നു. അതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിനെയൊക്കെ അവർ എതിർത്തിരുന്നു. അന്ന് ചിട്ടി അവരെതിർത്തിരുന്നു. ലേലച്ചിട്ടിയെ പെന്തക്കോസ് സമൂഹം, പെന്തക്കോസിന് മുൻപുള്ള മർത്തോമയിലുള്ള ഉണർവ് കാലഘട്ടത്തിൽ തന്നെ കൊച്ചുകുഞ്ഞുദേശി അതിൻ്റെ ഒരു ചാമ്പ്യനായിരുന്നു. കൊച്ചുകുഞ്ഞുദേശി വലിയൊരു പര്യടനം തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് തെക്കൻ കേരളം മുഴുവനും, അവിടെ നിന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലി വരെ അദ്ദേഹം സഞ്ചരിച്ചു പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിട്ടും പഠിപ്പിച്ചിട്ടുമുണ്ട്. ജനത്തിൻ്റെ ഇടയിൽ അതൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാക്കി മനസാന്തര അനുഭവങ്ങളിലേക്ക് വന്നിരുന്നു. അതായത് ലേലച്ചിട്ടി, സ്ത്രീധനം വാങ്ങുക എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ, പല കോലാഹലങ്ങൾ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ശരിക്കും വേർപെട്ട് വന്നിരുന്നു. അങ്ങനെയൊക്കെ പറയാൻ ശേഷിയുള്ളവരായിരുന്നു അന്നത്തെ കാലത്തെ ശുശ്രൂഷകർ. അവരാ വേർപാടനുഷ്ഠിച്ചു പോകണം. മറ്റ് മനുഷ്യരിൽ നിന്നല്ല വേർപെടുന്നത്, പാപ സ്വഭാവങ്ങളിൽ, പാപ വഴികളിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ചു. അന്നത്തെ ശുശ്രൂഷകന്മാർ അതിനെ ആഹ്വാനം ചെയ്തിരുന്നു. അവരെല്ലാം മരമണ്ടന്മാരെന്നൊക്കെ വിളിച്ച് വീഡിയോ ഇറക്കി യൂട്യൂബിലിട്ടിട്ട് എന്താ അതിനൊക്കെ മറുപടി പറയാമെന്ന് എനിക്കറിയില്ല. അതായത് മനുഷ്യർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. പെന്തക്കോസ് സമൂഹത്തിൽ വചനവിരുദ്ധമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ മേലെ, ചൂണ്ടിക്കാണിക്കാൻ മേലെ. അല്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെ പറയണോ? അതായത് പെന്തക്കോസ് സമൂഹം ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി കനാനിലെത്തുന്നു എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിലെ പെന്തക്കോസ് ടീച്ചിങ്. ഇപ്പോഴും ഒരു പ്രമുഖ പെന്തക്കോസ് സംഘടന, അവരുടെ പേരിൽ തന്നെ ആ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അവരുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, മരണശേഷം നാം കനാൻ അവകാശമാക്കുന്നു എന്ന്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമല്ലേ? മരണശേഷം എങ്ങനെയാണ് കനാൻ അവകാശമാക്കുന്നത്? കനാൻ അവകാശമാക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണ്. കനാൻ സ്വർഗത്തിൻ്റെ നിഴലല്ല. കാരണം കനാനിൽ യുദ്ധമുണ്ട്. സ്വർഗത്തിൽ യുദ്ധമുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്കതിൻ്റെ ഒരു പൂർണ്ണ പിക്ചർ ലഭിക്കും. പക്ഷേ ആ കാലഘട്ടത്തിൽ എഴുതിയ പല പാട്ടുകളും നോക്കുക. ഒരു പാട്ടാണ് യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്നുള്ളൊരു പാട്ട്. ആ പാട്ടിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കനാനിലെത്തുന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ വേറൊരു പാട്ടാണ്, കരുണാനിധിയേ കാൽവറി അൻപേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പാട്ടിൻ്റെ താഴേക്ക് വരുമ്പോൾ അവിടെ ഈ കനാനിലെത്തുന്ന കനാനുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പുള്ളിയല്ലേ ഞാൻ ഇപ്പോഴും പാട്ട് പാടുമ്പോൾ ആ പാട്ട് അങ്ങനെ തന്നെ പാടും. അപ്പോൾ അത് തിരുത്തണ്ടേ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയിട്ട് തിരുത്തും? ഇനി അത് ഞാൻ എവിടെ പോയിട്ട് തിരുത്തും? അത് പാടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ മുൻപോട്ട് വരുന്ന ഞാൻ വലിയ താമസമില്ലാതെ കനാനിലെത്തണം. കനാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇസ്രായേലിനായിരുന്നു കനാൻ. നമ്മളെ സംബന്ധിച്ച് ആ കനാൻ്റെ പൊരുളെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. രക്ഷിക്കപ്പെടുന്ന നാം ദൈവരാജ്യത്തിൽ വരികയാണ്. നാം വന്നിരിക്കുന്ന ദൈവരാജ്യം നാം അവകാശമാക്കണം. ഇസ്രായേലിന് കനാൻ കൊടുത്തു, നമുക്ക് തന്നിരിക്കുന്ന ദൈവരാജ്യമാണ്. ഇസ്രായേല് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാനിലെത്തി. യോർദാനും കടന്നാണ് അവിടെ എത്തിയത്. സെയിം പാത്താണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, ഒരു മാറ്റവും. നമ്മളും അതുപോലെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കണം, നമ്മളും അതുപോലെ യോർദാൻ കടക്കണം, നമ്മളും അതുപോലെ കനാനിലെത്തണം. എന്നിട്ട് കനാനിലുള്ള ജാതികളെയെല്ലാം നമ്മൾ കാൽക്കീഴിലിടണം, യുദ്ധം ചെയ്യണം. മരുഭൂമിയിൽ സാമ്പിൾ യുദ്ധങ്ങൾ, അമലേക്കും മോവാബിനും ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങൾ സാമ്പിൾ യുദ്ധങ്ങളാണ്. അത് കഴിഞ്ഞ് കനാനിൽ എത്തിക്കഴിയുമ്പോഴാണ് മേജർ യുദ്ധങ്ങൾ, കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധങ്ങൾ അവിടെയാണ്. അതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്ന നാം ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഗലാത്യ ലേഖനമൊക്കെ പഠിക്കണം.
അങ്ങനെ കൊരിന്ത് ലേഖനമൊക്കെ പഠിക്കണം. അങ്ങനെ മൊത്തം ലേഖനങ്ങൾ പഠിക്കണം. അതെല്ലാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വക പ്രവർത്തിക്കുന്ന പുള്ളികളൊന്നും ദൈവരാജ്യം അവകാശമാക്കാൻ പോകുന്നില്ല. ഈ വിഷയമൊക്കെ നമ്മൾ വിസ്തരിച്ച് പ്രസംഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. യൂട്യൂബിൽ കിടപ്പുണ്ട്. അതായത് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അവകാശമാക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ സാരം? അന്നത്തെ കാലത്ത് അവർക്ക് ലഭിച്ച വെളിപ്പാടിൽ അവരത് എഴുതി. എല്ലാവർക്കും സമ്പൂർണ്ണമായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയ ഒരു വിടവ് കാണും. അല്ലെങ്കിൽ മനുഷ്യൻ ചിലപ്പോൾ നെകളിച്ചു പോകുമായിരിക്കും. നമുക്കറിയില്ല എന്താന്ന്. എല്ലാം ദൈവത്തിനറിയാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എടുത്ത് പഠിച്ചേ. ഏതൊക്കെയോ മേഖലകളിൽ കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം എന്തിനാ? താഴ്മയുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഭയങ്കര കേമന, ബാക്കി എല്ലാവരും മോശക്കാരാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഉപദേശ പെശകൾക്കെതിരെ നമ്മൾ വർത്തമാനം പറയും കേട്ടോ. അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഉപദേശ പെശകൾക്കെതിരെ നമ്മൾ വർത്തമാനം പറയും. കാരണം അത് ആയിരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. ആയിരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതിനിടവരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കും. ദാസന്മാരിലൂടെ സംസാരിക്കും. അതങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ താഴ്മയുള്ളവരായിരിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അനുവദിക്കും. ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകാതെ വരും. ചില ഭാഗങ്ങൾ നാളുകൾ, എത്രയോ വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് അറിയാവോ? 10ഉം 15ഉം വർഷമൊക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. കാലങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചതും അന്വേഷിച്ചിരുന്നതുമായ കാര്യങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അന്വേഷണങ്ങളിലാണ്. മരണത്തിന് മുമ്പ് എല്ലാം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത്രയും പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിലെ ആ ഒരു ചിന്ത അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുകയാണ്. പൂർവന്മാരായവരൊക്കെ എഴുതിയ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് അവരെ ആരെയും പുച്ഛിച്ചുകൊണ്ടല്ല പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അത് അന്നത്തെ കാലത്ത് അങ്ങനെ അവർക്ക് എഴുതാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ എല്ലാ ലൈൻസും ഒന്ന് നോക്കിയേ. ഈ പറയപ്പെടുന്ന പാട്ടുകൾ ഓരോന്നും എടുക്കുമ്പോൾ അതിലെ ഒരു ലൈൻ ഇങ്ങനെയായിരുന്നു. അത് ഇന്ന് നമ്മൾ പറയുന്ന വ്യാഖ്യാനവുമായിട്ട് പൊരുത്തം വരുന്നില്ല. അത് കൂടുതൽ വെളിച്ചം കിട്ടിയിട്ടില്ല ആ വരിക്ക്. നമ്മൾ അതിലൊക്കെ ഒത്തിരി മുന്നോട്ട് പോയി, കിലോമീറ്റർ നമ്മൾ മുമ്പോട്ട് പോയി. പക്ഷേ ബാക്കി കാര്യങ്ങളിൽ അവരുടെ ഹൃദയം വെമ്പുകയായിരുന്നു. പ്രാണപ്രിയന് വേണ്ടി, കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. അയ്യോ എന്തായിരുന്നു അതൊക്കെ! നമ്മൾ ചിന്തിച്ചിട്ട് വേണം കമൻസ് പറയാനായിട്ട്, പ്രസംഗങ്ങളിലൊക്കെ പറയാനായിട്ട്. നമ്മൾ ഇന്നുള്ള ഈ വചനവിരുദ്ധമായ കാര്യങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും പിന്നെ എന്നാ വ്യാജന്മാരും വഞ്ചകരും അതുപോലെ നൂജന്മാരും ഒക്കെ ഈ സംവിധാനത്തെ താറുമാറാക്കുമ്പോൾ അതിനെതിരെയൊക്കെ നമ്മൾ പറയും. അതെന്തിനാ? കർത്താവിൻ്റെ ആട്ടിൻകൂട്ടം ഒരിക്കലും വഴിതെറ്റിപ്പോകരുത്. അവർ തങ്ങളുടെ വിശുദ്ധി മലിനമാക്കരുത്. അവരെ എപ്പോഴും ആ കെട്ടിയടച്ച തോട്ടത്തിലായി നിർത്തണം. വേലി പൊളിച്ചവർ പുറത്തു പോകരുത്. അതൊരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വമാണ്. വേലി പൊളിക്കാൻ ചെറുകുറുക്കന്മാർ വരുമ്പോൾ അതിനെ നഖശികാന്തു എതിർക്കും. തൻ്റെ ജനം ഒരിക്കലും വേലിക്ക് വെളിയിൽ പോകരുത്. അവരൊരു ഫെൻസിനകത്താണ്, ഒരു സംരക്ഷിത വലയത്തിനകത്താണ്. അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ്. അവരൊരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കാഹളനാദം പോലെയുള്ള ശബ്ദങ്ങളെ മുഴക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യരോടുള്ള ദേഷ്യം കൊണ്ടാണോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചില ന്യൂജൻ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ ഞാൻ പേരെടുത്ത് തന്നെ പറയാറില്ല ഇവിടെ. ഈ കോട്ടയംകാരൻ അച്ചായൻ്റെ പേര് ഞാൻ കൂടെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ചില മനുഷ്യർ സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോ കമൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്കറിയില്ല. കള്ളു കുടിച്ചോ? ചാനലുകാരൻ പറഞ്ഞു. ചാനലുകാരൻ അങ്ങനെ പലതും പറയും. ഞാൻ കണ്ടിട്ടില്ല, ചാനലുകാരനും കണ്ടിട്ടില്ല. ഊഹാഭോഗങ്ങളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമുക്കത് പറയേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ നഖശികാന്ത് എതിർക്കും അദ്ദേഹത്തെ. അദ്ദേഹം വചനത്തെ മറിക്കുന്നവനാണ്. അദ്ദേഹം ദൈവജനത്തെ ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ഉത്സാഹിക്കുന്നവനല്ല. ലോക സുഖങ്ങളുടെ പുറകെ പരക്കം പായുന്നവനാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ത്യാഗനിർഭരമായൊരു ജീവിതമാണ്. വെട്ടിപ്പിടിക്കുന്ന ഒരു ജീവിതമല്ല. എല്ലാം വെട്ടിപ്പിടിക്കുന്നവരുടെ ഒരു കൂട്ടമല്ല ശിഷ്യന്മാർ. ക്രിസ്തു ശിഷ്യന്മാർ വെട്ടിപ്പിടിക്കുന്നവരാണോ? അവരുടെ ചിന്ത ഈ ലോകത്തിലല്ലെന്നേ. അവർ ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ളവരല്ല. അവർ വരാൻ പോകുന്ന പുതിയ ഭൂമി, അവിടെ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരത്തെയും സ്വപ്നം കാണുന്നവരാണ്. അതിൻ്റെ ഒരു കല്ലായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അതിൻ്റെ മൂലക്കല്ല്
തങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവാണ്. ആ മൂലക്കല്ലിനോട് ചേർന്നിരിക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. ആ മൂലക്കല്ലിനോട് ചേർന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം വിശുദ്ധ ജീവിതം നയിച്ച് നാം ജയാളികളായി മാറണം. അവർ മാത്രമാണ് അവനോടുകൂടെ ചേർന്നിരിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഇത്തരക്കാരുടെ പഠിപ്പീരിൽ അപകടങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എതിർക്കുന്നത്. അല്ലാതെ അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെ ഭാര്യമാരെയോ അവരുടെ കുഞ്ഞുങ്ങളെയോ അവരുടെ ആൾക്കാരെയോ ഒന്നും നമ്മളാരും ചീത്ത വിളിക്കാൻ പോകുന്നില്ല. എൻ്റെ ദൈവമേ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഒരു രീതിയിലും ആരെയും ഹരാസ് ചെയ്യാൻ നമ്മളാരും ആഗ്രഹിക്കാറില്ല. ഞാൻ പറഞ്ഞ അച്ചായി നേരത്തെ എന്താ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചെത്തു എന്ന്. പുള്ളി പറഞ്ഞു, അങ്ങനെയൊന്നും ചെത്തുവൊന്നുമില്ലെന്ന്. നമ്മുടെ കർത്താവ് എന്നെ മുണ്ട് മടക്കി കുത്തിയിട്ട് അങ്ങ് ചെത്താൻ തുടങ്ങുകയാണോ എന്ന്. അപ്പോൾ നമ്മൾ പുള്ളിയോട് മറുപടി പറയും, പഴയ നിയമമൊക്കെ ആർക്ക് വേണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മറുപടി പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പുള്ളി 2 കൊരിന്ത്യർ ലേഖനം 8:9 പറയുകയാണ്, നമ്മളെ കോടീശ്വരനാക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ കയറി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മറുപടി പറഞ്ഞിരിക്കും. അതൊന്നും വ്യക്തി അധിക്ഷേപമല്ല, ആ വ്യക്തിയെ തുറന്നു കാണിക്കണം. അദ്ദേഹം ആത്മീയ വിഷയത്തിലാകട്ടോ, ആത്മീയ വിഷയത്തിൽ. അല്ലാതെ എൻ്റെ 10 രൂപ പോലും അദ്ദേഹം വഞ്ചിച്ചോണ്ട് പോയിട്ടില്ല, ഒരിക്കലുമില്ല. ആത്മീയ വിഷയത്തിലാണ് നമ്മൾ പറയുന്നത് ഇവരെല്ലാം വഞ്ചകന്മാരാണെന്ന്. നമ്മൾ പറയുന്ന ഈ മെയിൻ ലൈൻ പെന്റിക്കോസിലെ പലരും അവരോട് കൂട്ടുകൂടുന്നുണ്ട്. അവരും വഞ്ചകന്മാരാണ്, ഇവരെക്കാൾ വലിയ വഞ്ചകന്മാരാണ്. നിങ്ങളിതെല്ലാം അങ്ങനെ തന്നെ പഠിക്കണം, മനസ്സിലാക്കണം. ഏതെങ്കിലും വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലേക്കല്ല നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയം, അവരുടെ ഐഡിയോളജി, അത് ദൈവജനത്തെ പാതാളത്തിൽ എത്തിക്കുമെങ്കിൽ, തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ, മിസ്രൈമിലേക്ക് തന്നെ നടക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ. ഇസ്രായേൽ അങ്ങനെയായിരുന്നു. 40 വർഷം മരുഭൂമി ചുമ്മാ കിടന്ന് കറങ്ങായിരുന്നു. പമ്പരം പോലെ കറങ്ങി 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 പിന്നെ അവിടെ തന്നെ വരും, പിന്നെയും കറങ്ങി അവിടെ തന്നെ വരും. അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് നമ്മൾ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നും 4-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കി, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കൊല്ലം സെയീർ പർവ്വതത്തെ ചുറ്റിക്കറങ്ങിയല്ലോ, നിർത്തിക്കോ, ഇനി വടക്കോട്ടങ്ങ് നീങ്ങിക്കോളാനാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവരെല്ലാം ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അതൊരു വഞ്ചനയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ എന്താ കണ്ടത്? ഞാൻ പൂർവന്മാരെയും പഴമയും കാര്യങ്ങളെയൊക്കെ വിട്ടു, നേരെ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വീണ്ടും വരികയാണ്. 1 ശമൂവേൽ 8-ാം അധ്യായം തുറന്നു വെച്ചത്. 8-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ജനം ഭോഷത്വം പ്രവർത്തിച്ചു, വിവേകമില്ലാതെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. സത്യത്തിൽ അന്നേരത്ത് നടത്തിപ്പ് ശരിയല്ലെങ്കിൽ പറയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ നടത്തിപ്പ് ശരിയല്ല, അദ്ദേഹത്തിനൊരു വിവേകം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ്, കർത്താവെ അദ്ദേഹത്തെ മാറ്റിയിട്ട് പകരം തൽസ്ഥാനത്ത് മറ്റൊരു ന്യായാധിപനെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് വരെ ഇവരെന്താ പറഞ്ഞത്? ജാതികൾക്കെല്ലാം അങ്ങനെയുണ്ട്, ഞങ്ങൾക്കൊരു സ്റ്റാറ്റസിന് വേണ്ടി ഞങ്ങൾക്കും അതുപോലെ ഒരു രാജാവിനെ വേണമെന്ന്. നമ്മൾ പറഞ്ഞ ആ ഉന്തും തള്ളും ഉണ്ടാക്കിയ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആ ഓർഗനൈസേഷൻ്റെ മലയാളക്കരയിൽ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളുണ്ട്, ഒരു പേര് കേട്ട ഉപദേശി, റാന്നിക്കാരനാ. അദ്ദേഹത്തിന് ഇടയ്ക്ക് തോന്നി, നമ്മളിങ്ങനെ ഈ പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് നടന്നിട്ട് എന്നാ കാര്യം, ഈ ബൈബിളും പിടിച്ചോണ്ട്. ആളുകൾ ഗൗനിക്കുന്നില്ല. ആളുകൾ കുറച്ചും കൂടെ ഗൗനിക്കണമെങ്കിൽ കുപ്പായത്തിന് നീളം വേണം, മുട്ടുവരെ കുപ്പായം വേണം, അരയ്ക്കൊരു അരപ്പട്ടയും വേണം. തലയിൽ തൊപ്പി വെച്ചോന്ന് എനിക്കറിയില്ല. പുള്ളിനെ ഓർഗനൈസേഷൻകാർ പുറത്താക്കി, മനമര്യാദയ്ക്ക് നടന്നതാ. ആ കാരണത്താൽ പുള്ളിക്കാരൻ നീളക്കുപ്പായം എടുത്തിട്ടു. ഉറക്കപ്പിച്ചൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാണ്. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റോട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തനിക്ക് കൂടുതൽ ബഹുമാനം തരും. പുള്ളിയെ കാണുമ്പോൾ ജയ 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 എന്ന് ദാവീദ് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞല്ലോ, അല്ലെ ശൗലൊക്കെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ജയ 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 എന്നൊക്കെ പറഞ്ഞ് ആർപ്പിട്ടില്ലേ, അതുപോലെ ആർപ്പിടുമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ എന്തിനു പറയുന്നു? കുരുമേ കുരുവായിപ്പോയി, പുള്ളിനെ പുറത്താക്കി കളഞ്ഞു അവർ. ആ സമയത്ത് ഒത്തിരി പേര് ഇതുപോലെ നീളക്കുപ്പായം ഇട്ടു. എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ആയാൽ എന്താ കുഴപ്പമെന്നാണ്. നിങ്ങൾ തനിച്ചു പാർക്കുന്ന ജനമാണ്, ചട്ടവും പ്രമാണവും ഒക്കെ ഉള്ളതാണ്, അങ്ങനെ പലതും ഒക്കെ ഉണ്ടെന്നൊന്നും അതൊക്കെ അങ്ങ് മറക്കുകയാണ്. യോർദാനിൽ 12 കല്ലെടുത്ത് അവിടെ നാട്ടിയിട്ടുണ്ട്. വരുംകാലത്തെ പിള്ളേർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു കൊടുക്കേണ്ട പുള്ളികൾ എന്ത് ചെയ്യാണ്? മുണ്ടങ്ങ് മടക്കി കുത്തുന്നു. കാരണം മുണ്ട് ഈ കല്ലിൽ ഉടക്കരുതല്ലോ. മുണ്ട് മടക്കി കുത്തിയിട്ട് ചുമ്മാ ചാടി അങ്ങ് പോവുക. താഴെ ഈ കല്ല് വെച്ചിട്ടുണ്ട്, അതൊന്നും ഇവന്മാർ കാണുന്നില്ല. യോർദാനിൽ നിന്ന് പെറുക്കിയെടുത്ത കല്ലേ, ആ കല്ലൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല, ചുമ്മാ ചാടിപ്പോ. എന്നിട്ടാണ് ഈ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാക്കുന്നത്, മുണ്ടും മടക്കി കുത്തിയിട്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അതേ 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം.
നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. ദൈവഹിതത്തിന് വിരുദ്ധമായി നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു, യഹോവയായ ദൈവം അത് അനുവദിക്കുന്നു. യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു. ഒരു സമയം കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് തലവേദനയാകും. അത് 8-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ അതെല്ലാം ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എനിക്കത് വിസ്തരിച്ച് പറയാൻ സമയമില്ല. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തലവേദനയാകും. അതുകൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു അഭികാമ്യം. പക്ഷേ അവർക്ക് കലശലായ മോഹം. അവർക്കൊക്കെ നീളക്കുപ്പായുണ്ട്, അവർക്കൊക്കെ നടുക്കെട്ടുണ്ട്, അവർക്കൊക്കെ തൊപ്പിയും പപ്പാസും ഉണ്ട്. ഞങ്ങൾ മാത്രം ഇങ്ങനെ എങ്ങനെയാണ് നടക്കുന്നതെന്നും പറഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. ഒടുക്കം നിങ്ങൾ കരയും, ഞാനോട്ട് കേൾക്കുകയില്ലെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? നിങ്ങൾ നിലവിളിക്കും. പിന്നെ 21, 41 ഒക്കെ വെച്ച് ഭയങ്കര നിലവിളിയായിരിക്കും. ആ നിലവിളിയൊന്നും ഞാൻ കേൾക്കില്ല മോനെ എന്നാണ് പറയുന്നത്. ഞാൻ അതൊന്നും കേൾക്കില്ല, വെറുതെ നിലവിളിക്കാമെന്ന് മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല ഉപവാസ പ്രാർത്ഥനയിൽ നിലവിളി മാത്രമേ ഉള്ളൂ, ദൈവം അതൊന്നും കേൾക്കില്ല. കാരണം എത്രയോ നാളുകൾക്ക് മുമ്പ് ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ വ്യതിചലിച്ചിട്ടുണ്ട്, വഴിയിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വേഗം പറഞ്ഞു കൊണ്ടുവരാം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ. ന്യായാധിപന്മാരാണ് അവരെ നടത്തിക്കൊണ്ട് പോകേണ്ടിയിരുന്നത്. എന്ന് വെച്ചാൽ യഹോവയായ ദൈവം തന്നെയായിരുന്നു അവിടെ രാജാവായിട്ട് ഇരിക്കേണ്ടത്. പകരം അവർ മാനുഷിക സമ്പ്രദായത്തിലേക്ക് പോയി, അത് ദുരന്ത കാരണമായി തീർന്നു. ഇതുപോലൊരു കാര്യത്തിലേക്ക് വരാം. പുറപ്പാട് ദിവസം 3-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 3, 1-2 കാര്യങ്ങൾ കൂടെ നോക്കാം. ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ മിദ്യാനിൽ തൻ്റെ അമ്മായിപ്പൻ്റെ കൂട്ടത്തിൽ ആടിനെ മേയിച്ച് നടക്കുന്നൊരു കാലം. അങ്ങനെ മോശ ആടിനെ മേയിച്ച് ഇങ്ങനെ പോകുമ്പോൾ മുൾപടർപ്പിൽ തീ കത്തുന്നു. അവിടെ യഹോവയായ ദൈവം നിന്ന് മോശയോട് സംസാരിക്കുന്നു. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഓടിച്ചു പറയുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് അവരെ അവിടെ നിന്ന് വിടുവിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് താഴേക്ക് പറഞ്ഞു വരുന്നത്. എന്നിട്ട് അതിൻ്റെ 10-ാം വാക്യം മുതൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്, ഏത് ആടിനെ മേയിച്ച് കിടക്കുന്ന മോശയോട് പറയാണ്, മോശേ, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കുമെന്ന്. പുള്ളി ഞെട്ടിപ്പോയി കാണും. ആദ്യം വലിയവനായ ദൈവം തന്നോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ ഒക്കെ മോശയ്ക്ക് കിട്ടിക്കാണും. എന്നാൽ ഈ പറഞ്ഞ ഈ ദൗത്യം, തന്നെ ഭരമേൽപ്പിക്കാൻ പോകുന്ന ആ ദൗത്യത്തെക്കുറിച്ച് കേട്ടിട്ട് ഒരു സ്തംഭനം വന്ന് കാണും തുടക്കത്തിൽ. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ കാണുന്നത് മോശ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് ഒരു സമയത്ത് ഇരമ്യാവും പറഞ്ഞത്. ഞാൻ ഒരു ബാലകൻ മാത്രമാണ്, എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ലെന്ന് ഇരമ്യാവും പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് നമ്മൾ ആമോസിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ചുമ്മാ കാട്ടത്തിപ്പഴം പറക്കി നടക്കുന്ന പാർട്ടിയാണ് ഞാൻ, എന്നെക്കൊണ്ട് ഈ വലിയ ജനത്തിൻ്റെ നടുവിൽ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചിന്തിച്ച് കാണും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മോശയും സാധാരണ മട്ടി പറയുകയാണ്. അത് കോൺവെർസേഷൻ്റെ തുടക്കമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് മറുപടി വരികയാണ്. അതിന് വലിയവനായ ദൈവം മോശയോട് പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശയ്ക്ക് ചില സൂചനകൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പർവ്വതത്തിൽ നിങ്ങൾ ആരാധിക്കുമെന്നൊക്കെ പറയുകയാണ്. ഉടനെ മോശ അതിന് മറുപടി കൊടുക്കുകയാണ്. വേഴ്സ് 13, 13-ാം വാക്യം, അതായത് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 13. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം ഏതാണ് എന്താണെന്നൊക്കെ ഈ ജനം ചോദിക്കും. അതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയേണ്ടു എന്ന് ചോദിച്ചതിന് മറുപടി പറയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് പിന്നീട് നമ്മൾ ഓടിച്ചു പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാകുന്നു എന്നെല്ലാം പറഞ്ഞ് താഴേക്ക് വന്ന് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ, അഥവാ ഇസ്രായേലിനെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തോട് പറക. ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, സൈനികളുടെ ദൈവമായ യഹോവ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്നാ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ജനം അല്പകാലത്തേക്ക് അന്യദേശത്ത് കിടക്കുമെങ്കിലും ഞാൻ അവരെ വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുപോരും. ഈ ദേശം ഞാൻ അവർക്ക് ശാശ്വത അവകാശമായി കൊടുക്കും.
അബ്രഹാമിനോട് പറഞ്ഞങ്ങ് നിർത്തുകയല്ല, അത് ഇസഹാക്കിനോട് റിപ്പീറ്റ് ചെയ്യുകയാണ്. അവിടെ കൊണ്ട് നിർത്തിയില്ല, അത് യാക്കോബിനോട് റിപ്പീറ്റ് ചെയ്യുകയാണ്. തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത ആ കാര്യത്തിലേക്ക് തൻ്റെ ജനമായ ഇസ്രായേലിനെ മടക്കിക്കൊണ്ടു പോകേണ്ടതുകൊണ്ട് താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ നിശ്ചയമാണ് മോശയോട് പറയുന്നത്. അങ്ങനെ താഴേക്ക് പിന്നെ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയോട് വലിയവനായ ദൈവം പറയാണ്, നീ അവിടെ ഫറവോൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നിന്റെ വടി അവിടെ ഇടുമ്പോൾ അത് ഇന്നതായിത്തീരും, അത് തിരിച്ചു പിടിക്കുമ്പോൾ ഇന്നതായിത്തീരും. അങ്ങനെ അവൻ്റെ ദാസന്മാരും അവൻ്റെ മന്ത്രവാദികളും ഒക്കെ അത് ചെയ്യും. അതൊക്കെ അവർ ചെയ്താലും അതൊന്നും വിലപ്പോവില്ല, അതൊക്കെ നിന്റെ പാമ്പതിരെയൊക്കെ വിഴുങ്ങും എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് ഇന്നിന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ മാറുവിടത്തിൽ കൈയിടുക എന്നൊക്കെ പറയുന്നില്ലേ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ ഭാഗത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചു വിടുക. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ് 10 ബാധകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നെല്ലാം പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുകയാണ്, മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. നോക്കണം, 3-ാം അധ്യായം പിന്നെ 4-ാം അധ്യായത്തിൻ്റെ പാതി എത്തി. നീണ്ട കോൺവെർസേഷനാ. വിശദമായി മോശയെ പഠിപ്പിക്കുക, മോശയോട് കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞു കൊടുക്കുക. മോശെ അത് അങ്ങനെയാണ്, മോശെ അത് ഇങ്ങനെയാണ്, ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ്, ഈ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ഈ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞു കേൾപ്പിക്കുകയാണ് മോശയെ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. എന്നാ താഴ്മയാ! ശരിക്കും താഴ്മയെന്നൊക്കെ പറഞ്ഞ ഇതാണ്. പുള്ളിയെ ജനറൽ പ്രസിഡൻ്റ് ആക്കാന്നാണ് പറയുന്നത്. അന്നേരം പുള്ളി ഓടി ഒളിക്കുക, എന്നെ ഓവർസീർ ആക്കരുത്, ഞാൻ വരുന്നില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ 11-ാം വാക്യത്തിലൂടെ വലിയവനായ ദൈവം പറയുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാൻ കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തത് ആർ? ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായി ഞാനല്ലയോ? പിന്നെയും ക്വസ്റ്റ്യൻ മാർക്കാ. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശിച്ചു തരും. ഈ വാക്യമൊക്കെ അന്ന് പറഞ്ഞത് പറഞ്ഞു. ഇന്നെങ്ങാനുമാണ് യഹോവയായ ദൈവം ബാംഗ്ലൂരിൽ ഹെബാൾ എന്ന് പറയുന്ന സ്ഥലത്ത് റിംഗ് റോഡിൻ്റെ സൈഡിൽ നിന്നെങ്ങാനും പറയുമായിരുന്നെങ്കിൽ നമ്മുടെ MA വർഗീസ് അച്ചായൻ യഹോവയായ ദൈവത്തെ സെൻട്രൽ ജയിലിലാക്കിയാനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുള്ളിയുടെയൊക്കെ പേരെടുത്ത് പറയുന്നത്. വേവരക്കേടിൻ്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങളാണ് ഇവരൊക്കെ പറയുന്നത്. ജാതികളുടെ നടുവിൽ നമുക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഊമനെയും ചെകിടനെയും കുരുടനെയും ഒക്കെ ഞാനല്ലോ ഉണ്ടാക്കിയെന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിലും ആ കാര്യമുണ്ട്. ഒരുവൻ ഊമനോ ചെകിടനോ ഒക്കെ ആയിട്ട് ഉണ്ടായത് അവൻ്റെ അമ്മയപ്പന്മാരുടെ പാപനിമിത്തം അല്ലെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുക. അപ്പോൾ പുള്ളി പറയുക, അതെല്ലാം ശാപനിമിത്തം ഉണ്ടായതാന്ന്. നോക്കണം, നമ്മുടെ പല സഹോദരങ്ങളുടെയും കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെയുള്ള ശാരീരിക വൈകല്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. അതുപോലെ മറ്റ് പല കാര്യങ്ങളിലൂടെയും, അതായത് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമ്മുടെ പല സഹോദരങ്ങളുടെയും കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്കറിയാവുന്ന 2-3 സഹോദരന്മാരെങ്കിലും ഉണ്ട്. ആ സഹോദരന്മാരുടെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോയി എന്ന കാരണത്താൽ അവരുടെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു പ്രേരണ വന്നു. ഒരു പക്ഷേ ആ കുഞ്ഞിലൂടെ അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം എന്താ? മറ്റ് മനുഷ്യരെ പോലെ ആരടാ ഏതടാ എന്തടാന്ന് ചോദിച്ച് അവർക്ക് അങ്ങനെ ഓടാൻ തോന്നിയില്ല. പകരം അവർ ദൈവസന്നിധിയിൽ ശാന്തമായി നിന്ന് ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു. അതിനൊരു മുഖാന്തരമായിട്ട് ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അല്ലാതെ ദൈവത്തിന് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ചെയ്യാം. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലല്ലേ. നമ്മളെ എങ്ങനെയാണ് മടക്കി കൊണ്ടുവരേണ്ടതെന്ന് തമ്പുരാൻ അറിയാം. ആ രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. എൻ്റെ ജീവിതത്തിലെ പോലെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം പോലെയല്ല മറ്റു പലരുടെയും ജീവിതം. എല്ലാം വ്യത്യസ്തമായ നിലയിലാണ്. അപ്പോൾ അവരെയൊക്കെ ശാപത്തിൻ കീഴിൽ അടച്ച ആ മനുഷ്യന് പ്രത്യേക വന്ദനം. അവരുടെ ഉന്തും തള്ളും ഓർഗനൈസേഷൻ അദ്ദേഹത്തെ ശരിക്കും വിളിച്ചു വരുത്തിയിട്ട് ശാസിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കണം. മിസ്റ്റർ വർഗീസ്, കാരണം കാണിക്കൽ നോട്ടീസ് കൈപ്പറ്റുക, 7 ദിവസത്തിനകം മറുപടി തരിക. ഈ സൈസ് വിവരക്കേട് മേലാൽ ചെയ്താൽ താങ്കളെ ഞങ്ങൾ ഈ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്താക്കും. ഞങ്ങൾക്ക് ഇങ്ങനൊരു ടീച്ചിങ് ഇല്ല, ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നില്ല.
ഓൾ ഓവർ ഇന്ത്യയിൽ ധാരാളം ചർച്ചസ് ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ ഒരു ഉപദേശി പോലും ഇങ്ങനത്തെ മണ്ടത്തരം പറയില്ല. പക്ഷെ താങ്കൾ മാത്രം ഇങ്ങനെ പറയുമ്പോൾ ചത്ത ഈച്ച തൈലക്കാരൻ്റെ മുഴുവൻ തൈലത്തെയും നാറ്റിക്കുമെന്ന് പറഞ്ഞ പോലെ ബാക്കി പാവം പിടിച്ച ഉപദേശിമാരെ എല്ലാം നാശകോശമാക്കും താങ്കൾ. അതുകൊണ്ട് താങ്കൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ പുള്ളി പറയും പോയി പണി നോക്കാൻ. കാരണം പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള ശേഷിയുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്ന 500 പേരുണ്ടെങ്കിലേ സഭയാവുള്ളൂ എന്നാണ്. 2-3 പേരൊക്കെ എൻ്റെ നാമത്തിൽ കൂടി ഇരുന്നിട്ട് ചുമ്മാ വീമ്പിളക്കുകയാണ് ആൾക്കാർ, ഞങ്ങളുടെ നടുവിൽ കർത്താവുണ്ടെന്നൊക്കെ. അത് പണ്ടെങ്ങോ കാലകരണപ്പെട്ട് പോയൊരു വാക്യവും പൊക്കി പിടിച്ചോണ്ട് വരിക, സുവിശേഷത്തിലെങ്ങാണ്ടുണ്ടെന്ന്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനുണ്ടെന്നൊക്കെ. ഞങ്ങളുടെ വർഗീസ് അച്ചായം പറയുന്നത് അങ്ങനെയൊന്നുമല്ല. 500 പേര് മിനിമം വേണം, എങ്കിലേ സഭയാകുകയുള്ളൂ. 500 പേര്. 1000 പേർക്ക് മുകളിൽ വന്നാൽ മെഗാ ചർച്ച്. നമുക്ക് ഇച്ചിരി മെഗാ ചർച്ച് പറയണമായിരുന്നു കേട്ടോ, ഇച്ചിരി പറയേണ്ടതായിരുന്നു. അടുത്ത ദിവസം പറയാം. അപ്പോൾ 11-ാം വാക്യം നമ്മൾ വായിച്ചു, നമ്മുടെ കർത്താവ് പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 13-ാം വാക്യത്തിൽ ഈ സാധു മോശ തിരിച്ച് മറുപടി പറയുകയാണ്. പുള്ളി എന്താ പറയുന്നത്? എന്നാൽ അവൻ കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. 2 അധ്യായത്തിൽ നീട്ടിപ്പരത്തി പറഞ്ഞിട്ട് ഈ കാണായ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും മോശയ്ക്ക് ക്ലിക്കാകുന്നില്ല. മോശ അന്നേരം പറയുന്നത് നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കാനാ. അതായത് ദൈവത്തിൻ്റെ പൂർണ്ണഹിതം, പെർഫെക്റ്റ് വില്ലാണ് മോശയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. പൂർണ്ണഹിതമാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി, ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം മോശയോട് പറയാണ്. അതെല്ലാം കേട്ടിട്ട് പുള്ളി പറയാണ് നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. 14-ാം വാക്യം എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 14-ാം വാക്യം എന്താ കാണുന്നത്? അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവിനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. അപ്പോൾ 14-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. ഈ കാണായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് മോശ ദൈവസന്നിധിയിൽ ഒഴിവൊഴിവ് പറയുകയും ദൈവഹിതത്തിന് വിരുദ്ധമായി സംസാരിക്കുകയാണ്. മോശ അടിയനിതാന്ന് പറഞ്ഞ് ഇറങ്ങി വരേണ്ട ആളാണ്. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ മറ്റൊരു ചോയ്സ് യഹോവയായ ദൈവം മോശയുടെ മുമ്പിൽ വെക്കുകയാണ്. അതായത് അഹറോൻ നിൻ്റെ സഹോദരനാണല്ലോ, അവൻ നിൻ്റെ കൂട്ടത്തിൽ പോരട്ടെ. അവൻ്റെ നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ്റെ കയ്യിലാണെങ്കിൽ കൊത്തുളിയൊക്കെ ഉണ്ട്, അവന് നല്ല രീതിയിൽ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. നീയും നിൻ്റെ ജനമായ ഇസ്രായേലും കാണാൻ പോവുക. എല്ലാം നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണും. അതായത് ഞാൻ പറഞ്ഞ വഴിയിൽ മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ 3000 തീർന്നു പോവില്ല. താഴ്വരയിലേ ഡാൻസും കൂത്തും പാട്ടും മേളവും കളിപ്പാൻ എഴുന്നേക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. നീ തന്നെ നയിച്ചാൽ മതി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വാക്സാമർത്ഥ്യമില്ലാതെ നിന്നോട് കൂടെ ഞാൻ ഇരിക്കുമല്ലോ. പിന്നെ നീ എന്തിനാ ഈ വർത്തമാനം പറയുന്നേ? നീ എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരല്ലേ? നിന്റെ പൂർവ്വപിതാവായ അബ്രഹാം എന്നോട് സംസാരിച്ചിട്ട് ഒടുക്കം പറഞ്ഞത്, അയ്യോ ഞാൻ നിന്നോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ എന്നാ പറഞ്ഞത്. വായ് പൊത്തിക്കൊണ്ടാ സംസാരിച്ചത്. ആ അബ്രഹാമിൻ്റെ കൊച്ചുമോനായ നീ എന്നോട് ബുദ്ധി പറഞ്ഞു തരികയാണോ? എന്നാൽ ശരി, ഒരു കാര്യം ചെയ്തോ, നിന്റെ സഹോദരനായ അഹറോനെ കൂടെ കൂട്ടിക്കോ, അവന് നീ ദൈവമായിട്ടിരുന്നോ. നിന്റെ നാവായിട്ട് അവനും ഇരിക്കും, കുശാലായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നാ കണ്ടത്? മോശ ജനത്തെ നയിക്കണമെന്നുള്ളതാണ്. മോശ അവർക്ക് എല്ലാ നിലയിലും നായകനും എല്ലാമായിട്ടിരിക്കണമെന്നുള്ളതാണ്. പക്ഷെ മോശ ദൈവസന്നിധിയിൽ ആ കാര്യം അംഗീകരിച്ചില്ല. പകരം ഒരു സംവിധാനം വന്നു. പകരം സംവിധാനം, ദൈവത്തിൻ്റെ പെർമിസീവ് വില്ലെന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. പകരം സംവിധാനം അഹറോനെ രംഗത്ത് കൊണ്ടുവന്നു. മുൻപൊരു പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞതാ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നന്നായിട്ട് ഓർക്കുന്നുണ്ടാവും. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അഹറോൻ ഒരിക്കലും കേട്ടില്ല. അഹറോൻ മോശയുടെ ശബ്ദമാണ് കേട്ടത്. അതുകൊണ്ട് പുള്ളി കാളക്കുട്ടി ഉണ്ടാക്കിയില്ലേ അത്ഭുതമുള്ളൂ എന്ന്. മോശ ഒരു കാളക്കുട്ടി ഉണ്ടാക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? അവൻ അറിഞ്ഞവനാണ്, ദൈവശബ്ദം കേട്ടവനാണ്, ദൈവസാന്നിധ്യം അനുഭവിച്ചവനാണ്. അവൻ ഒരിക്കലും ജനത്തെ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അവൻ്റെ ഉള്ളിൽ കത്തലുള്ളത്, അവൻ്റെ എരിവതാണ്. നിങ്ങൾ മോശയെ നാട്ടിലുള്ള എല്ലാ പാത്രന്മാരുമായിട്ട് കൂട്ടിക്കെട്ടി പറയല്ലേ. അവൻ്റെ ഉള്ളിലെ കത്തൽ നിമിത്തം, അവൻ്റെ എരിവ് നിമിത്തം, ദൈവസ്നേഹം നിമിത്തമാണ് അവൻ കാര്യങ്ങളെ തുറന്നു പറയുന്നത്. ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞത്? തൻ്റെ സഹോദരനെ മൂത്ത ജ്യേഷ്ഠനാണെന്നൊന്നും നോക്കിയില്ല. അഹറോന്റെ നേരെ ജ്വലിച്ചാ നിന്നത്. അഹറോന്റെ നേരെ നിന്ന് ഞാൻ നിൽപ്പ് അഹറോൻ വിറച്ച് മൂത്രമൊഴിച്ച് കാണുന്ന ഞാൻ ചിന്തിക്കുന്നത്. 1ഉം 2ഉം ഒക്കെ ചിലപ്പോൾ നടത്തി കാണും. അതുപോലെയുള്ളൊരു വരവല്ലേ വന്നത്? ആ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? എന്തൊരു വരവാ വന്നത്! ദൈവത്തിൻ്റെ ഹിതം നമ്മൾ കണ്ടു. എന്താ കണ്ടത്?
യഹോവയെ ദൈവം തന്നെ രാജാവായി ഇരുന്ന് അവരെ ന്യായപാലനം ചെയ്ത് കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിച്ചത്. പിന്നത്തേതിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ, അതിലേക്കൊക്കെ നമുക്ക് പിന്നാലെ പോവാം. അതിന് പകരം അവർ തെറ്റായ വഴി തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ കണ്ട കാര്യം എന്താ? ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു, പക്ഷേ മോശ അതിനിങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം കൊണ്ടുവന്നു. അത് യഹോവയെ ദൈവം ആ രീതിയിൽ കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അതൊക്കെ ചരിത്രത്തിൽ ദോഷമായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കണം, കാര്യങ്ങളെ പഠിക്കണം. ഇനി ഞാൻ നേരെ ഹോശേയുടെ പുസ്തകത്തിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവിടെ വരുമ്പോൾ കാണുന്നത്, നിങ്ങൾ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരം അല്ലതാനും. നിങ്ങൾ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നു, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും മനസ്സിലാക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു. അവസാനം പ്രവാസത്തിൽ പോയി തലകുത്തി പറഞ്ഞു പോയി. ഇനി ഈ വിഷയം നമ്മൾ നേരെ എങ്ങോട്ടാ വരുന്നത്? നമ്മുടെ ആധുനിക പെന്തിക്കോസിൻ്റെ നടുവിലേക്ക് വരികയാണ്. ആധുനിക പെന്തിക്കോസിന് സംഭവിച്ച അപകടവും അപജയവും ഒക്കെ പറയണമെങ്കിൽ കുറേ സമയം വേണം. പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓടിച്ചു പറയാം, ഇല്ലെങ്കിൽ പിന്നാലെ എപ്പോഴെങ്കിലും പറയാം. അതായത് നമ്മൾ പെന്തക്കോസ് സംവിധാനത്തിലേക്കൊക്കെ നോക്കിയാൽ അതിൻ്റെ ഓർഗനൈസേഷൻ സെറ്റപ്പ് കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറാർക്കി സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ സംവിധാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളുടെയൊക്കെ ഒരു രീതി തന്നെയാണ്. അവിടെ പോപ്പ് ഇരിപ്പുണ്ട്, താഴെ കർദിനാളുണ്ട്, അതിന് താഴെ മോൺസിഞ്ഞോറോ പ്രൊക്യുറേറ്ററോ ഏടാകൂടങ്ങളോ ഒക്കെ ഇങ്ങനെ താഴേക്ക് ഒത്തിരിയുണ്ട്. മറ്റെല്ലാ സംഘടനകൾക്കും അങ്ങനെയാണ്. അവിടെ മണ്ഡലമുണ്ട്, അല്ലെങ്കിൽ അവിടെ കമ്മിറ്റിയുണ്ട്, കൗൺസിലുണ്ട്, കൂരിയ ഉണ്ട്, അങ്ങനെ പല ഇടപാടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ആ സംവിധാനത്തെ, ആ ബൃഹത്തായ ഓർഗനൈസേഷനുകളെയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ എന്ന തലസ്ഥാനത്തിരുന്നു കൊണ്ട് പോപ്പ് ആരെവിടെയെന്ന് ചോദിച്ചാൽ, അടിയനിതാ എന്ന് പറയാൻ പാകത്തിന് അംഗരക്ഷകർ എത്രമാത്രമാണ്. സ്വിസ് ഗാർഡ്സ് അവിടെ നിൽക്കുകയാണ്. സ്വിസ് ഗാർഡ്സ് കണ്ടിട്ടുണ്ടോ? സ്വിസ് ഗാർഡ്സിനെ സ്വിസ് ഗാർഡ്സ് അവിടെ നിന്ന് പറയും, അടിയങ്ങൾ ഇവിടെ ഉണ്ടേ എന്ന് പറയും. നമ്മുടെ അപ്പോസ്തലന്മാരുടെ ആരുടെയും കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരും ഇല്ലായിരുന്നു. പക്ഷേ ഈ അഭിനവ പോപ്പിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്, സിസ്റ്റത്തെ ചലിപ്പിക്കുന്ന കൂരിയാണ്. കൂരി എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അതല്ല കൂരിയ, ലാറ്റിൻ വാക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ്, പുള്ളി ആരെവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റയാളും ഇല്ല അടിയനിതാന്ന് പറയാനായിട്ട്. പുള്ളി ആകെ അധോഗതിയിലും ദുഃഖവെള്ളിയാഴ്ചയിലേക്കും ആയിപ്പോയി. എല്ലാം അവിടെയുള്ള കാക്കാമാർ ഇടിച്ചു പറിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഐ എസും ഒക്കെ ആയിട്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. പുള്ളി ഇപ്പോൾ കിടക്കാൻ കിടപ്പാടമില്ല, കട്ടിലും ഇല്ലാതെ ഒരു പരുവത്തിലായിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. അവരുടെ ആൾക്കാരെല്ലാം ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നെ കട്ടിലേക്ക് എടുത്തു. ആ രീതിയിലുള്ള ആൾക്കാരെ ഉഗ്രന്മാരെല്ലാം. എന്തു ആകട്ടെ, അവരുടെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പോലെ തന്നെയാണ് ജനറൽ പ്രസിഡന്റ്, തൊട്ട് താഴെ വൈസ് പ്രസിഡന്റ്, പിന്നെ ജനറൽ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ ഒത്തിരി പരിപാടികൾ. മറ്റവരുടെ പറഞ്ഞ സൂപ്രണ്ടൻ്റ്, അല്ലെ ഓവർസിയർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അല്ലെ കൗൺസില്, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരും പെരുമയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ആ സിസ്റ്റം അങ്ങനെ തന്നെയാണ്, അതങ്ങനെ താഴേക്ക് വരികയാണ്. അതിന് വേണമെങ്കിൽ പറയാം, മോശയുടെ കീഴിൽ കുറേ ആളുകളെ തിരഞ്ഞെടുത്ത് അവരെയൊക്കെ ഇങ്ങനെ ആയിരത്തിന് പേരെയൊക്കെ അധിപതികളാക്കി വെച്ച കാര്യമൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടായിരിക്കും പലരും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകണമെന്ന് ചിന്തിക്കുന്നത്. ശരിക്കും നമ്മൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിടെ ഇന്ന് കാണുന്ന ഈ സിസ്റ്റം അല്ലായിരുന്നു ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഓരോ ലോക്കൽ ചർച്ചും സ്വതന്ത്രമായിരുന്നു. സ്ഥലം സഭകൾ എന്ന് പറയും, ലോക്കൽ ചർച്ച്. ആ ചർച്ചുകൾ സ്വതന്ത്രമായിരുന്നു. ഇത് ബ്രദറുകാരുടെ ഒരു ടീച്ചിങ്ങാണ് കേട്ടോ. ബ്രദറുകാർ ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയൊക്കെ പറയുന്നവരാ. അത് പൂർണ്ണാർത്ഥത്തിലൊന്നും അവർക്ക് നടപ്പിലാക്കാനൊന്നും പറ്റിയിട്ടില്ല. അവരുടെ ഇടയിലും ഈ മേലാളന്മാരും പരിപാടികളും ഇടപാടുകളും ഒക്കെ അവിടെ ഉണ്ട് കുറേയൊക്കെ. ഈ നമ്മുടെ ഇടയിലുള്ള പോലെയൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഈ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്നറിയാവോ? ഒരു കാര്യം ഇടയ്ക്ക് പറയണമായിരുന്നു. അതായത് ഉന്തും തള്ളിനോടുള്ള ബന്ധത്തിലാണ് 2-3 ആഴ്ചയായിട്ട് പറഞ്ഞത്. ഉന്തും തള്ളിനോടുള്ള ബന്ധത്തിലാണല്ലോ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഉന്തും തള്ളുമൊക്കെ ശമിക്കുമോ? ഇതിനൊക്കെ ഒരു സ്വസ്ഥത വരുമോ എന്നൊരു ചോദ്യം പലരോട് ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഒരിക്കലുമില്ല. കാഹളം ധ്വനിക്കുന്നവരെ ഇതിങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കും, തള്ളിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഉന്തിയും തള്ളിയേ പോവുള്ളൂ. ഈ ഉന്തും തള്ളും ഇനി കൂടുമല്ലാതെ ഇതൊരിക്കലും കുറയില്ല. അപ്പോൾ അങ്ങനെ അനേകർ വിശ്വാസത്യാഗത്തിലേക്ക് പോകും, വഴി വിട്ടു പോകും, അങ്ങനെ പലതും സംഭവിക്കും, പല കാര്യങ്ങളും. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന ഈ ക്ലാസിക്കൽ പെന്തിക്കോസ്ത് ഊർന്നൂർന്നു പോവും. ഈ ഇറക്കത്തിൽ ഊർന്നു പോകുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ ഊർന്നു പോവും. അത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന സാഗരത്തിൽ പോയി ലയിച്ചു ചേരും. മുഴുവനും അങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ബാലിന് മുട്ടുമടക്കാത്ത ഒരു ചെറിയ കൂട്ടം എല്ലാ ഇടങ്ങളിലും ഉണ്ടാകും. അവരെയാണ് നമ്മൾ പറയുന്ന ശരിക്കും പെന്തിക്കോസ് എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന സോക്കോൾഡ് പെന്തിക്കോസിനെ ഒന്നും ശരിക്കും പെന്തിക്കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല.
കാരണം ശിഷ്യത്വത്തിൻ്റെ 7 അയൽവക്കത്ത് പോലും ഒന്നും പോകുന്നില്ല, അതൊന്നും പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ പോലും ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വാഞ്ചയുള്ളവരും താല്പര്യമുള്ളവരുമായ ഭക്തന്മാരായവർ ഒരു ശേഷിപ്പ് എല്ലായിടങ്ങളിലും ഉണ്ട്. അവരിതിനകത്തൊന്നും ലയിച്ച് ചേരില്ല, ലയിക്കാതെ കിടക്കും, ലയിക്കാതെ അങ്ങനെ കിടക്കും. അവരങ്ങനെ വേറിട്ട് കിടക്കും. കാരണം എന്നാ, അവിടെ ഉള്ളിൽ വചനം വന്ന് വീണുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിൻ്റെ നടത്തിപ്പുണ്ട്. അതുകൊണ്ട് അശുദ്ധമായ കാര്യങ്ങളിൽ അവർ കൈവയ്ക്കില്ല, മാറി നടക്കും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. പിന്നെ എങ്ങനെ വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന ഈ ഇടപാടും സംവിധാനങ്ങളും ഉണ്ടല്ലോ, അതൊരു ഹെഡ് ക്വാർട്ടർ, കുമ്പനാട് ഒരു ഹെഡ് ക്വാർട്ടർ, പുനലൂർ ഒരു ഹെഡ് ക്വാർട്ടർ, മുളക്കുഴയിൽ ഒരു ഹെഡ് ക്വാർട്ടർ, അവിടെ നിന്ന് അനേകം ബ്രാഞ്ചുകൾ. ഇതൊന്നും ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളിലുള്ള മൂപ്പന്മാരിൽ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി. ഉന്തും തള്ളുമല്ല കേട്ടോ, ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. അതായത് ആ കാലഘട്ടത്തിലുള്ള ഓരോ സഭകൾക്ക് അധ്യക്ഷന്മാരുണ്ടല്ലോ, അതായത് ഓവർസീയർമാർ, അധ്യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ഓവർസീയർമാർ അല്ലെ ബിഷപ്പുമാർ അങ്ങനെയൊക്കെ പറയാം. അതായത് പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ആ ഓരോ സഭകൾക്കും അധ്യക്ഷരായിരിക്കുക. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഓരോ ലോക്കൽ ചർച്ചിനെ ശുശ്രൂഷകരെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആ ശുശ്രൂഷകനെ സഹായിക്കാൻ പാകത്തിനുള്ള എൽഡേഴ്സും ഉണ്ട്. വചനം പഠിച്ച് ആത്മനിറവും സാക്ഷിയും ഒക്കെയുള്ള ഭക്തന്മാരായവർ അടുത്ത ഒരു നിരയെ ആ ശുശ്രൂഷകൻ വളർത്തിക്കൊണ്ടുവരും. അവരാണ് അദ്ദേഹത്തിൻ്റെ സഹായവൃന്ദം എന്ന് പറയുന്നത്. സഹായവൃന്ദം എന്നാണല്ലോ നമ്മൾ കാണുന്നത്, ഡീക്കൻസ്. ആ നിലയിൽ അവരെ പരിഗണിക്കണം. ഏതൊരു ശുശ്രൂഷകൻ്റെയും കൂടെ അത്തരക്കാരുണ്ടാവും. അപ്പോൾ ആ ലോക്കൽ ചർച്ചിലെ ശുശ്രൂഷകനാണ് അതിൻ്റെ എല്ലാം. ആ ചർച്ചിലെ ശുശ്രൂഷകൻ ഉത്തരം പറയേണ്ടത് പുനലൂർക്കല്ല, കുമ്പനാട്ടേക്കുമല്ല, നേരിട്ട് ഉയരത്തിലേക്ക് പറഞ്ഞാൽ മതി. അതാണ് ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്മാർ ലോക്കൽ ചർച്ചിൻ്റെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നില്ലെന്നേ. അവിടുത്തെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർ കർത്തൃത്വം നടത്തിയിരുന്നില്ല. അവർ തിട്ടൂരങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പം ശരിയാക്കും, കൊല വിളിക്കുന്നൊന്നും അവർ പറഞ്ഞില്ല. ഇപ്പം നിന്നെ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നൊന്നും അവരാരും പറഞ്ഞില്ല. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർ ഇടപെട്ടില്ല. അതിന് വേഗം ഞാൻ ഓടിച്ച് 1-2 കാര്യങ്ങൾ പറയാം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. അത് പല നിലകളിൽ പൗലോസ് കേൾക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, ചില വിഷയങ്ങളെക്കുറിച്ച് കൊരിന്ത്യ സഭ പൗലോസിനോട് എഴുതി ചോദിച്ചു. പൗലോസ് ആരാ? പൗലോസ് സാർവത്രിക സഭയുടെ ശുശ്രൂഷകനാണ്, യൂണിവേഴ്സൽ ചർച്ചിലെ ശുശ്രൂഷകനാണ്. അപ്പോൾ സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ ആസിയയിലും പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്യയിലും അന്ത്യോക്യയിലും യെരുശലേമിലും ഈ പറഞ്ഞ യൂറോപ്യൻ മണ്ണിലൊക്കെയുള്ള എല്ലാ സഭകളുടെയും, ഉലകത്തിലുള്ള സകല സഭകളിലെയും ശുശ്രൂഷകൻ തന്നെയാണ് പൗലോസ്. അതായത് ഈ 5 വിധ ശുശ്രൂഷകരെന്ന് പറഞ്ഞ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കാണുന്നവർ, അവർ സാർവത്രിക സഭയിലെ ശുശ്രൂഷകരാണ്. അപ്പോസ്തലൻ, പ്രവാചകൻ മുതൽ നമ്മൾ കാണുന്നില്ലേ. അതേസമയം അതിൽ പാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ലോക്കൽ ചർച്ചിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്. ബാക്കിയുള്ളവരെല്ലാം അവർ സഞ്ചരിക്കുന്നവരായിരിക്കും. സാർവത്രിക സഭയുടെ ശുശ്രൂഷകരാണ് അവർ. ഈ പാസ്റ്ററേയും നമ്മൾ അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ അവിടെ സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. വേറെയും പല വാക്യങ്ങളുണ്ട് കേട്ടോ. സമയം പോയതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടതാ. പിന്നീട് നമുക്ക് കുറേയൊക്കെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ നോക്കാം, അന്ന് ഇതൊക്കെ എടുക്കാം. അപ്പോൾ അവർ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് ആത്മീയമായ മറുപടികൾ വരികയാണ്. ആത്മീയമായി അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആത്മീയമായ എല്ലാ നിലകളിലും അവരെ നടത്തുകയാണ് പൗലോസ്. അതായത് പൗലോസ് ഇപ്പോൾ കൊരിന്തിലല്ല, പൗലോസ് വേറെ ദിക്കിലാണ്. എന്നിട്ടും പൗലോസിനോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി ഗൈഡ് ചെയ്യുകയാണ്. അവരുടെ മെൻറ്ററായിട്ടിരിക്കുകയാണ് എല്ലാ നിലകളിലും. അതുപോലെ ഒരു സമയത്ത് താൻ എഫെസോസിലെ സഭയുടെ ബിഷപ്പായിട്ടിരുന്നയാളാണ്, അധ്യക്ഷനായിട്ടിരുന്നയാളാണ്. എന്നാൽ അവിടെ വിട്ട് പോകുന്നതിന് ശേഷം പിന്നീട് അവർക്ക് ലേഖനം എഴുതി അയക്കുന്നുണ്ട്. പിന്നീട് തിമത്തിയോസിന് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ തിമത്തിയോസ് എഫെസോസിലെ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. പരോക്ഷമായിട്ട് എഫേസ്യ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ ലേഖനത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആത്മീയ കാര്യങ്ങളിലെല്ലാം അപ്പോസ്തലന്മാർ ഇടപെടുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ മറ്റ് ശുശ്രൂഷകന്മാരൊക്കെ ഇടപെടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ക്രിസ്തീയ സഭയ്ക്ക് ഒരു ഹെഡ് ക്വാർട്ടർ ഇല്ല.
അങ്ങനെയെങ്കിൽ അത് യെരുശലേമിലാണ് വെക്കേണ്ടത്. യെരുശലേം ഒരു ഹെഡ് ക്വാർട്ടർ അല്ല, ആന്റിയോക്യ ഒരു ഹെഡ് ക്വാർട്ടർ അല്ല, ഇസ്താംബുൾ ഒരു ഹെഡ് ക്വാർട്ടർ അല്ല, ഇതൊന്നും ഹെഡ് ക്വാർട്ടർ അല്ല, അലക്സാണ്ട്രിയ ഹെഡ് ക്വാർട്ടർ അല്ല. നമ്മൾ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇതൊക്കെ ക്രിസ്തീയ സഭയുടെ ഒരു പ്രധാനപ്പെട്ട മേജർ ഹബ്ബുകളാണ്. അവിടെ നിന്ന് ധാരാളം മിഷണറിമാർ ചുറ്റോട് ചുറ്റും പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഇതൊന്നും ഹെഡ് ക്വാർട്ടർ അല്ലെന്നേ. അതെങ്ങനെയാണ് ഞാൻ വചനത്തിലൂടെ പറയാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പഠനത്തിന് എടുത്താൽ മതി കേട്ടോ. ചരിത്രത്തിൽ നടക്കാൻ പോകാത്ത കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അയ്യോ നടക്കാത്ത കാര്യം പിന്നെ പ്രസംഗിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കട്ടെ. നടക്കില്ലെന്ന് എനിക്ക് 3/4 ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്, നടത്താൻ പറ്റാത്ത കാര്യമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ സിസ്റ്റം ഒന്നും ഉടയ്ക്കാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെയേ പോകും. അങ്ങനെ തന്നെ പോയി ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഉരുണ്ട് മറിഞ്ഞ് വീഴും, എവിടെയെങ്കിലും ഊർന്നു പോകും, ഏതെങ്കിലും സാഗരങ്ങളിൽ പോയി ലയിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതല്ലാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ചുമ്മാ കിടക്കട്ടെ അവിടെ. നമ്മൾ വെളിപ്പാട് ദിവസം തുറന്ന് അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, റെവലേഷൻ ചാപ്റ്റർ 1, അവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയും കണ്ടു. ആ വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണ വിശദീകരണത്തിലേക്ക് വരികയല്ല, ഒരൊറ്റ സൂചന നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് ആ വാക്യം വായിച്ചത്. അവിടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു 7 പൊൻ നിലവിളക്കുകളുടെ നടുവിലൂടെ നടകൊള്ളുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് 7 പൊൻ നിലവിളക്കാണ്. ആസിയയിലെ തങ്ക നിലവിളക്ക് നമ്മൾ പറയും, ആസിയയിലെ തങ്ക നിലവിളക്ക്. ആ തങ്ക നിലവിളക്ക് എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ് കാണിക്കുന്നത്. അതിൽ ഓരോ വിളക്കിനെയും കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. എഫേസോസിലെ സഭ ഒരു തങ്ക നിലവിളക്കാണ്, പിന്നീട് സ്മുർണയിലെ സഭ, പിന്നീട് പെർഗമോസ്, പിന്നീട് അങ്ങനെ ഓരോ സഭകളെയും ഓരോ വിളക്കായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഓരോ വിളക്കായിട്ട് നോക്കണം. ആ ഓരോ സഭയും ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ലോക്കൽ ചർച്ച് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ഓരോ വിളക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ടൊരു പ്രാപ്തി വന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ടാബർനാക്കൽ സ്റ്റഡിക്ക് പോയതുകൊണ്ടാണ്. അവിടെ 1 താലന്ത് തങ്കം അടുപ്പ് പണിയായിട്ട് അടിച്ചെടുത്താണ് ഈ മെനോറ അഥവാ ഈ തങ്ക നിലവിളക്ക് ഉണ്ടാക്കിയത്. അതിനകത്ത് നട്ടും ബോൾട്ടിൻ്റെ പരിപാടിയില്ല, അതിനകത്ത് വെൽഡിങ്ങിൻ്റെ പരിപാടിയില്ല. ഈ കാലഘട്ടത്തിൽ ഈ ഓർഗനൈസേഷൻസൊക്കെ ചലിപ്പിക്കുന്നത് അവർ ഈ വിളക്കിൻ്റെ മൂട്, അതിൻ്റെ ബേസ്മെൻറ്റ് അത് കുമ്പനാട് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ബ്രാഞ്ചസ് ആണ്. ഓൾ ഓവർ ദ വേൾഡിൽ ബ്രാഞ്ചുകൾ ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ചിന്തിക്കുന്നത്. അല്ലെ പുനലൂർ വെച്ചിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചാണ് ചുറ്റോട് ചുറ്റും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാം ഭരണം നടത്തും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കാര്യങ്ങളെ ഭരിക്കും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും ഈ ലോക്കൽ ചർച്ചും അതിലെ ശുശ്രൂഷകരും അവിടുത്തെ വിശ്വാസികളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ പ്രസിഡന്റ് വേണ്ട, എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണ്ട, ഉന്തു വേണ്ട, തള്ളു വേണ്ട, പോലീസും പട്ടാളവും വരണ്ട, ഏതെല്ലാം വരേണ്ട ആവശ്യമുണ്ടോ? സൂപ്രണ്ട് വേണ്ട, ഓവർസീർ വേണ്ട, ഒരു കുന്തവും വേണ്ട. അപ്പോൾ ആ ചർച്ചിൻ്റെ ആത്മീയ കാര്യങ്ങളോ, അതിനല്ലേ 5 വിധ ശുശ്രൂഷകരുള്ളത്. എല്ലാം മടങ്ങി വരണമെന്നേ വചനത്തിലേക്ക്. മടങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ അപ്പോസ്തലനും വരും, പ്രവാചകനും വരും, സുവിശേഷകനും വരും. എങ്ങനെ വരും? പരിശുദ്ധാത്മാവ് അയക്കും. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ സഭയിൽ ശുശ്രൂഷകരെ അയക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്ന നോക്കിയോ, ഹോശിയയുടെ പുസ്തകത്തിൽ എന്നെ വായിച്ചത്, നിങ്ങൾ ഈ പുള്ളികളെയൊക്കെ ഉണ്ടാക്കി വെച്ചതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നിങ്ങളുടെ ഇടപാടൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ലെന്നേ. നിങ്ങൾ മാനുഷികമായി ചെയ്യാണ്. ജാതികളുടെ സമ്പ്രദായമാണിതെല്ലാം. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം മാനുഷിക സമ്പ്രദായങ്ങളാണ്, ജാതികളുടെ ഇടപാടുകളാണ്. അവർക്ക് രാജാവുണ്ട്, നിങ്ങൾക്കും രാജാവ് വേണം. അവർക്ക് പ്രസിഡന്റ് ഉണ്ട്, നിങ്ങൾക്കും വേണം. അവിടെ അമ്പല കമ്മിറ്റിയുണ്ട്, ഇവിടെ പള്ളി കമ്മിറ്റിയുണ്ട്. നിങ്ങൾക്കോ? ഞങ്ങൾക്ക് ചർച്ച് കമ്മിറ്റി വേണം. അതെന്തിനാ? ഞങ്ങൾക്ക് ഒന്നും നല്ല ഉണ്ടാക്കേണ്ട ഇടയ്ക്ക്. ഇനി അഥവാ ചർച്ച് കമ്മിറ്റിയിൽ ഒരുത്തിനെ വെക്കുകയാണെങ്കിലോ അവൻ ആത്മനിറവ് വേണമെന്നുള്ളത് നിർബന്ധമാണ്. അവൻ സാക്ഷ്യമുള്ളവനായിരിക്കണം, വചന നിശ്ചയമുള്ളവനായിരിക്കണം. ഇത് വല്ല ഉള്ളവരെയാണോ ഈ പറഞ്ഞ പുള്ളികളൊക്കെ ആക്കി വെക്കുന്നത്? ഉന്താനും തള്ളാനും അറിയാവുന്നവരെയൊക്കെയാണ് പലയിടത്തും ആക്കി വെക്കുന്നത്. ചില ഭക്തന്മാരുണ്ട് കേട്ടോ അവിടെ ഇടങ്ങളിലൊക്കെ. എൻ്റെ ദൈവമേ, അവരിത് കേൾക്കുമ്പോൾ വിഷമിക്കരുത്, അവരെ ഉദ്ദേശിച്ചല്ല, മെജോറിറ്റി ഉദ്ദേശിച്ചാണ്. മെജോറിറ്റി ആ ടൈപ്പാണല്ലോ. അതുകൊണ്ടാണ് കർത്തൃമേശയുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന നമ്മൾ കണ്ടില്ലേ അടുത്ത ദിവസങ്ങളിൽ, അവരെയൊക്കെ വെച്ചാ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ആസിയയിലെ തങ്ക നിലവിളക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഓരോ വിളക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. എഫേസോസിലെ വിളക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, സ്മുർണയിലെ വിളക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ വിളക്കുകൾ തമ്മിൽ ആത്മീയ സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ. ഈ വിളക്കുകൾ തമ്മിൽ ആത്മീയ സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ. ആ വിളക്കിൻ്റെ ബ്രാഞ്ചുകൾ അതിൽ തന്നെ ഉള്ളതാണ്. അത് ഇന്ന് കാണുന്ന ഈ ഹൈറാർക്കി സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കേണ്ടതല്ല.
ഇനി 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നേരെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ചാടിയത് എന്തിനാന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൽ 7 വിളക്ക് നമ്മൾ കണ്ടു. 7 വിളക്ക്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നപ്പോൾ നാം കണ്ടത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രങ്ങൾ എന്നല്ല പെന്തിക്കോസേ, നിങ്ങൾ കേൾക്കണം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം എന്നാണ്. അതായത് ഇന്നത്തെ ആധുനിക പെന്തിക്കോസ്ത് ഒരു പാത്രത്തിൽ കർത്തൃമേശയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ പൂർത്തീകരിക്കേണ്ടതിന് പകരം പല പാത്രത്തിലേക്ക്, ചെറിയ സിറപ്പൊക്കെ കുടിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം ഉണ്ടല്ലോ, അതുപോലത്തെ ചെറിയ പാത്രങ്ങളാക്കി മാറ്റി. അങ്ങനെയല്ലേ? അതായത് ഈ വാക്യപ്രകാരം നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം എന്നാണ് കണ്ടത്, പാത്രങ്ങളെന്ന് കണ്ടില്ല. പക്ഷേ ആധുനിക പെന്തിക്കോസ്ത് എന്ത് ചെയ്തു? ഒരു പാത്രവും ആ പാത്രത്തിൽ നിന്ന് വിശുദ്ധന്മാർ ഒരുമിച്ച് കുടിച്ചിട്ട് ലോകത്തോട് പറയണമായിരുന്നു, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്, ഞങ്ങളിൽ കറുത്തവനോ വെളുത്തവനോ ചുവന്നവനോ ഇല്ല, കുറഞ്ഞതും കൂടിയതൊന്നുമില്ല, ഞങ്ങൾ ഒന്നാണെന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഉപദേശി, ഞാൻ പറഞ്ഞ ഉന്തുംതള്ളു ഓർഗനൈസേഷനിൽ ഒരു ഉപദേശി ഗൾഫിൽ, പുള്ളിക്കാരൻ പറയാണ് എൻ്റെ ഒരു സ്നേഹിതൻ സഹോദരനോട്, സഹോദര നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഈ ആൾക്കാരൊക്കെ കുടിച്ചിട്ട് ഒടുക്കം ഈ എച്ചിൽ കുടിക്കാൻ ഞാനല്ലേ ഇരിക്കുന്നതെന്ന്. എൻ്റെ ദൈവമേ, ആ പുള്ളിയുടെ അപ്പനൊരു ഉപദേശിയായിരുന്നു. 60 കിലോമീറ്റർ നടന്ന് സഭായോഗം നടത്തിയിട്ടുള്ള ആളാ. 60 കിലോമീറ്റർ നടന്ന്. പക്ഷെ പുള്ളി ഇപ്പോൾ ആരാ മോൻ എന്നറിയാവോ? കണ്ടമാനം ദിനാറുള്ള ആളാണ്. അതുകൊണ്ട് ആ അപ്പൻ്റെ മോൻ ഇപ്പോൾ പറയാണ്, ഈ കണ്ടവരൊക്കെ കുടിച്ചിട്ട്, കണ്ടവരോ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ആട്ടിൻകൂട്ടവോ, അതെങ്ങനെയാണ് കണ്ടവരായത്? താങ്കൾക്കത് കണ്ടവരാണോ? അപ്പോൾ ആ ജനം കുടിച്ചിട്ട് ഒടുക്കം തനിക്ക് കുടിച്ചാൽ എന്താ കുഴപ്പം ഉപദേശി? അത് എച്ചിലാന്നാണ് പുള്ളി പറയുന്നത്. ആധുനിക പെന്തിക്കോസ്ത് പറയുന്നതാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത് എന്താ? ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കേണ്ടതിനും ഒരു പാത്രം ദൈവസന്നിധിയിൽ ഉയർത്തേണ്ടതിനും പകരം പല പാത്രങ്ങൾ ഉണ്ടാക്കി പെന്തിക്കോസ്ത്. പല പാത്രങ്ങൾ, പല വിളക്കുകൾ ഉണ്ടാക്കേണ്ടതിന് പകരം ഒരു വിളക്കുണ്ടാക്കി. 2 വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഒരു പാത്രത്തിൽ മുൻപോട്ട് പോകേണ്ട പെന്തിക്കോസ്ത് പല പാത്രത്തിലേക്ക് പോയി. പല വിളക്കുകൾ ഉണ്ടാക്കേണ്ടവരെ ഒറ്റ വിളക്കുണ്ടാക്കി വെച്ചിട്ട് പറയാണ് അതിൻ്റെ മൂട് കുമ്പനാടായിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ കാണുന്നൊക്കെ ഇതെല്ലാം ബ്രാഞ്ചാന്നാണ് പറയുന്നത്. ഇടവേ ഈ 7 വിളക്കാണ്, 7 സഭയാണ്. അത് തങ്ങളിൽ ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല, അല്ലാതെ മറ്റ് ഭരണക്രമങ്ങളൊന്നുമില്ല. സ്മുർണയിലെ സഭയെ എഫേസോസിൽ ഇരുന്നല്ല ഭരിക്കുന്നത്, അല്ലെങ്കിൽ എഫേസോസിലെ സഭയെ ഭരിക്കുന്ന അന്ത്യോക്യയിൽ ഇരുന്നല്ല. അന്ത്യോക്യയിലെ സഭയിലെ മിഷണറിയല്ലേ പൗലോസ്? അന്ത്യോക്യയിലെ സഭയാണോ ഈ സഭകളെയൊക്കെ ഭരിച്ചിരുന്നത്? അവിടുത്തെ ഭരണകാര്യങ്ങളെല്ലാം ലോക്കൽ ചർച്ചാണ് നടത്തിയത്. അവർക്ക് ആത്മീയ സപ്പോർട്ടാണ് അന്ത്യോക്യയിലെ യെരുശലേമിലെ സഭകൾ കൊടുത്തത്. ആത്മീയ സപ്പോർട്ടാണ് കൊടുത്തത്. അപ്പോസ്തലന്മാർ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് സഞ്ചരിച്ചത്? ആത്മാവ് നടത്തിക്കൊണ്ടിരുന്നു. കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ വ്യോമപാത അടച്ചെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കണ്ടില്ലേ? അപ്പോൾ ഈ വിമാനങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു ഡയഗ്രം കണ്ടില്ലേ പത്രത്തിൽ, അല്ലെ ന്യൂസിൽ കണ്ടില്ലേ? ഇങ്ങനെ ചവറ് കണക്കിന് വിമാനം ആകാശത്ത് കിടക്കുന്നതായിട്ട് കാണാം, ഇങ്ങനെ ചലിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയായിരുന്നു അപ്പോസ്തലന്മാർ, ആദിമ ശുശ്രൂഷകന്മാർ. ആത്മാവായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഷണ്ണൻ്റെ അടുക്ക പോകേണ്ട സമയമാകുമ്പോഴത്തേക്കും ഫിലിപ്പോസിനെ പൊക്കിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട സമയം വരുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ശമരിയയിലേക്ക് അയക്കും. അങ്ങനെ ഓരോരുത്തരെ അയക്കേണ്ട ദിക്കിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് അയച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പെന്തക്കോസ്ത് മൂവ്മെന്റ് ആരംഭിച്ച കാലഘട്ടത്തിലും. ഇന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്താ? പല വിളക്ക് നിങ്ങൾ ഒരു വിളക്കാക്കി തീർത്തു. എന്നിട്ട് അതിൻ്റെ തലപ്പത്തൊരുത്തം കയറി നിന്നിട്ട് പറയാം ഞാൻ പ്രസിഡന്റാന്ന്, വേറൊരുത്തം പറയാം ഞാൻ സൂപ്രണ്ടൻ്റാന്ന്. അപ്പോൾ താഴെ നിൽക്കുന്ന വേറൊരുത്തം പറയാണ് നീ ഒത്തിരി കാലം അവിടെ ഇരുന്ന് സൂചിച്ചില്ലേ, ഇനി ഞാൻ കുറച്ച് കാലം ഇരിക്കട്ടെ എന്ന്. അത് പറ്റില്ലെന്ന് പുള്ളി പറയുമ്പോൾ ഇവൻ്റെ ശിങ്കടികൾ എന്ത് ചെയ്യുന്നു? എന്നാൽ നിന്റെ കാലെ പിടിച്ച് ഞങ്ങൾ വലിച്ച് താഴെ ഇടും. അപ്പോൾ അങ്ങനെ വലിച്ച് താഴെ ഇടാൻ നേരത്ത് മറ്റേ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഹലോ കൊത്തന്നൂർ പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ കൊത്തന്നൂർ പോലീസ് സ്റ്റേഷനാണ്. കൊത്തന്നൂരോ? അത് ബാംഗ്ലൂരിലുള്ളതാണ്. വേഗം 2 വണ്ടി പോലീസിനെ അയക്കൂ, ഞങ്ങൾ വിശുദ്ധന്മാരിവിടെ വിശുദ്ധ ചുംബനം നടത്തും, അതുകൊണ്ട് വേഗം അയക്കാൻ. ഇത് നടപ്പുള്ള കാര്യമാണോ ഞാനിപ്പോൾ ഈ പ്രസംഗിച്ചത്? നടപ്പില്ലാത്ത കാര്യമാണ്. ഇത് പാസ്റ്റർമാർ കേട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇവൻ എവിടത്തെ പാസ്റ്ററാന്ന് ചോദിക്കും. അവൻ്റെ ഒരു ചുവന്ന കുപ്പായവും അവൻ്റെ വർത്തമാനം കേട്ടാൽ മതി ഇവൻ ഏതായി വിഡ്ഡിന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു വലിയ പദവിയൊന്നും ഇല്ലാത്തൊരു പാസ്റ്ററോട് ചോദിച്ചു നോക്ക്, ഒരു പ്രിസ്പെക്ടറോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒരു സെൻറ്ററിനോടോ ഒരു ഡിസ്ട്രിക്റ്റിനോടോ ചോദിച്ചു നോക്ക്.
അവരൊക്കെ അന്ന് രാത്രി കിടന്ന് വിറക്കി, എൻ്റെ ദൈവമേ, അധികാരങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പോകുമോ എന്ന് പേടിച്ചവർ പനി പിടിച്ച് ചാവും. അതിനൊന്നും ഇടവരണ്ട. പക്ഷെ ഞാൻ നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചതാണ്, കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത് ഇന്ന് കാണുന്ന സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും ഭരിക്കേണ്ടതല്ല. ഓരോ ലോക്കൽ ചർച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. അവിടുത്തെ പാസ്റ്ററാണ് സുപ്രീം അതോറിറ്റി. ആ പാസ്റ്റർ കണക്ക് പറയേണ്ടവനാണ്. അല്ലാതെ ജനറൽ സൂപ്രണ്ട് ആരോട് കണക്ക് പറയാനാ? ജനറൽ സൂപ്രണ്ട് ആരോട് കണക്ക് പറയാനാ? ഇതൊക്കെ പറയുമ്പോൾ മോശയും ഇസ്രായേൽ ജനവും 20 ലക്ഷം എന്നൊന്നും പറഞ്ഞ് ആരും വന്നേക്കരുത്. ഇത് പുതിയ നിയമമാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയും അതിൻ്റെ സഞ്ചാരങ്ങളുമാണ് പറഞ്ഞത്. കുറച്ചുകൂടെ വാക്യങ്ങളെടുത്ത് പറയേണ്ടതുണ്ടായിരുന്നു. അവസാനമായപ്പോഴത്തേക്ക് സമയം പോയതുകൊണ്ട് ഞാൻ മടക്കി. ദൈവം അനുവദിച്ച് നമുക്ക് പിന്നാലെ നോക്കാം. പക്ഷെ ഒരു ചെറിയ സൂചന നിങ്ങളുടെ മുമ്പിലിട്ടു. ഹോശിയായുടെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം. ഞാനിതൊന്നും അറിയുന്നില്ല. നിങ്ങൾ ഈ പല കപ്പില് കർത്തൃമേശയ്ക്ക് കുടിക്കുന്നത് യഹോവയായ ദൈവം അറിയുന്നില്ലെന്നേ. നിന്റെ സൂപ്രണ്ടും നിന്റെ ഓവർസിയറിനെയൊക്കെ കെട്ടിത്തൂക്കുന്ന ദിവസം വരുന്നു. ഒരു കപ്പിൽ നിന്ന് കുടിക്കണം. ചരിത്രാതീത കാലം മുതൽ ക്രൈസ്തവ സഭ അങ്ങനെ കുടിച്ചതാണ്. ഒറ്റ ഒരുത്തരും ചത്തിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ചാകും എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഉപദേശിമാരെല്ലാം ക്യാൻസർ പിടിച്ചല്ലേ ചാകുന്നത്, അല്ലെ വണ്ടി ഇടിച്ചല്ലേ ചാകുന്നത്. കർത്തൃമേശ ഒരു പാത്രത്തിൽ നിന്ന് കുടിച്ചിട്ട് ഏത് പാത്രമാണ് ചത്തത്? ജീവനുള്ള ദൈവത്തിൻ്റെ കോപമാണ് ഓരോന്നിൻ്റെ മേൽ വീഴുന്നത്. ഈ അടിയും ബഹളത്തിൻ്റെയും ഒക്കെ കാരണം. മടങ്ങി വരിക, വചനത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ എത്ര വലിയ കേമനാണെങ്കിലും മടങ്ങി വരിക. ആ പണ്ടേയുള്ള കാലത്തിലേക്ക് മടങ്ങി വരിക. പണ്ടേയുള്ള കാലത്തിലേക്ക് മടങ്ങി വരിക. ശുശ്രൂഷകരൊക്കെ താഴ്മ ധരിക്കേണ്ടതുണ്ട്. വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് അവരെ പോരാടേണ്ടതുണ്ട്. പൗലോസ് പറയുന്നല്ലോ, ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. വീരന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. പഴങ്കഞ്ഞി കുടിച്ചിട്ട് നടക്കുന്നവരെ പോലെയല്ല. ആ അഭിഷേകം അങ്ങ് ജ്വലിക്കും. എങ്ങനെയാ? വചനം പ്രമാണിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ ഭയപ്പെട്ടു തുടങ്ങിയാൽ. ഒന്നാമത് വേണ്ടത് ദൈവഭയമാ. ശുശ്രൂഷകർക്ക് വേണ്ടത് ദൈവഭയമാ. അപ്പൊ ജനവും ആ ഭയത്തിലേക്ക് വരും. ജനം വന്നില്ലെങ്കിൽ വരണ്ടെന്നേ. ശുശ്രൂഷകൻ ആ ഭയത്തിൽ നടക്കണം. ഓട്ടോമാറ്റിക്കലി ജനം ആ ഭയത്തിലേക്ക് വരും. അതാണ് എനിക്ക് വചനത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം വളരെ പോയി. നമുക്ക് നമ്മുടെ വാക്കുകൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇടയ്ക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു മെഗാ ചർച്ചുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ വിശദീകരണങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടെ നിന്ന് അനുവദിച്ചാൽ, നമുക്ക് അടുത്ത ദിവസം വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം.